പ്രസംഗിച്ച് തിരിച്ചു വരുമ്പോൾ ഈ പോസ്റ്റ് ഇടുന്ന കുറേ സഹോദരന്മാരുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്നലത്തെ ലൈവ് ഏകദേശം 3000 പേര് കർത്താവിൻ്റെ വരവ് കണ്ടത്. അതിനുശേഷം അദ്ദേഹം ഈ കർത്തൃദാസൻ അത് മാറ്റി ഇന്നത്തെ ലോക സംഭവങ്ങളെന്ന് കൊടുത്തത് വീണ്ടും ചാനലിൽ വന്നപ്പോൾ അനവധി പേര് കണ്ടു. അതിനകത്ത് പ്രസംഗം കേട്ട ആരും ഒരു മോശമായ വാക്ക് പോലും പറഞ്ഞില്ല. ഞാൻ മർത്തോമായിൽ പ്രസംഗിക്കുന്നതാ, CSIയിൽ പ്രസംഗിക്കുന്നതാ, ഇവാഞ്ചലിക്കലിൽ പ്രസംഗിക്കുന്നതാ, പ്രത്യേകിച്ച് പെന്തിക്കോസുകാരോട് ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന ഗോളത്തിൽ പറയാനുള്ളത്, ആവശ്യമില്ലാതെ ഏതെങ്കിലും തുണ്ടോ വാക്കോ എടുത്ത് നിങ്ങൾ ഈ MBFTയോ ഏത് FT ആയാലും എനിക്ക് വിരോധമില്ല, പച്ചക്കിട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായവിധി നിന്റെ തലമുറകളെ ദൈവം വിടത്തില്ല. എവിടെങ്കിലും രാജ്യത്തിരുന്ന് ഭാര്യമാര് ജോലി ചെയ്യുന്ന പൈസ മേടിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തൻ 7 കൊല്ലം മുമ്പങ്ങാണ്ട് ഞാൻ പ്രസംഗിച്ച അയണ്ടോമെന്നൊരു വാക്കെടുത്ത് ഇന്നും ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുക. സഹോദര, നിനക്ക് കരിമാന്തൂട്ടിലും പരസ്യത്തിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല, നീ ചിറ്റാറിലും നിൽക്കത്തില്ല, നീ മൂഴിയിലും നിൽക്കത്തില്ല. എവിടെങ്കിലും ഒരു 14 ലാപ്ടോപ്പ് ഒരു കമ്പ്യൂട്ടറും എടുത്തുകൊണ്ട് സുവിശേഷകനെതിരെ ആവശ്യമില്ലാതെ നെഞ്ച് തകർന്ന് പ്രസംഗിക്കുന്നവർക്കെതിരെ നീ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മർത്തോമാക്കാരൻ ചെയ്യത്തില്ല, ഒരു CSIക്കാരൻ ചെയ്യത്തില്ല, ഒരു ഹൈന്ദവൻ ചെയ്യത്തില്ല, ഒരു യാക്കോബക്കാരൻ ചെയ്യത്തില്ല. ഇത് ചെയ്യുന്ന ഈ പെന്തിക്കോസുകാരാണ്. നിങ്ങളുടെ ആരെ സർട്ടിഫിക്കറ്റ് വേണ്ട, മറ കൂടാതെ സുവിശേഷം പ്രസംഗിപ്പാനാ ദൈവം ഞങ്ങളെ വിളിച്ചത്. ഇസ്രയേലിനകത്ത് ബോംബ് വീഴുന്ന സംഭവം, ആയിരക്കണക്കിന് പേർ ഓടിപ്പോകുന്ന ഒരു പടം എടുത്തു വെച്ചിട്ട് എവിടുന്നോ എൻ്റെ കട്ട് ചെയ്തൊരു ശബ്ദം കേട്ടിട്ട് ഇന്നത്തെ MBFTക്കാർ പിന്നെ ഇട്ടുകൊണ്ടിരിക്കുക, കുഞ്ഞെ ഏലിയുടെ മക്കളെ ന്യായം വിധിച്ചവനാ സ്വർഗത്തിലെ ദൈവം. ഞാൻ പച്ചയ്ക്ക് പറയാം, ഞാനിവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളോട് പറയാം, 800 പഞ്ചായത്തും 55 മുനിസിപ്പാലിറ്റിയും പ്രസംഗിച്ചവനാ ഞാൻ. പച്ചയ്ക്ക് പറയാം, പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ രക്തം ഛർദ്ദിച്ചിട്ടും ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാതെ സ്റ്റേജിൽ പ്രസംഗിച്ചവനാ. അതുകൊണ്ട് എവിടെങ്കിലും വല്ല സുഡാപ്പികളോ ഇല്ലാത്തവനോ എടുത്ത പടമെടുത്തോ ഏതെങ്കിലും കാര്യം MBFTയിലോ ഏതിലിട്ടാൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയാം, ഞാൻ ആരോടും മിണ്ടേണ്ട കാര്യമില്ല. ന്യായം വിധിക്കുന്ന ദൈവം നിന്റെ തലമുറകളെ തീർത്ത് കളയും. സ്വത്രം. അതുകൊണ്ട് പച്ചയ്ക്ക് ആ സ്റ്റേജിൽ കൂടെ പറയാം, എനിക്ക് ഒരു സംഘടനയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. IPCയുടെ 80 സെൻട്രൽ കൺവെൻഷൻ പ്രസംഗിച്ച ആളാണ് ഞാൻ. എനിക്കറിയാമോ, ഇവിടെ ചിറ്റാർ വന്ന് സാങ്കുട്ടി പാസ്റ്റർ ബെയ്ത്തോമിൻ്റെ അടിയിൽ അവരുടെ കൺവെൻഷൻ തൊട്ട് പ്രസംഗിച്ചതാ. ചിറ്റാർ ജംഗ്ഷനിൽ കിടന്ന് പ്രസംഗിച്ചതാ. പേടുംപാറ 7 കൊല്ലം ബൗണ്ടറി ഞാൻ നിന്ന് പ്രസംഗിച്ചതാ. ഗുരുനാഥൻ മണ്ണ് IPC പ്രസംഗിച്ചതാ. ആങ്ങമൊഴി ഗ്രൗണ്ടിൽ പ്രസംഗിച്ചതാ. ഒരു സംഘടനയുടെ സർട്ടിഫിക്കറ്റും വേണ്ട, ഒരു കാര്യവും വേണ്ട. സ്വോത്രം. കുഞ്ഞെ, എല്ലാവരും 100% ശരിയല്ല. ഒരു വാക്കെടുത്ത് എവിടുന്നെങ്കിലും ശബ്ദം കട്ട് ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്ത് ഒരു വ്യക്തി പ്രസംഗിക്കുന്നത് എത്ര വേദനയോടെയാണെന്ന് അവർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പച്ചയ്ക്ക് പറയുന്നത്, എനിക്കിവിടെ വന്ന് പരസ്യയോഗത്തിൽ പ്രസംഗിക്കണമെന്ന് അനിൽ പാഷ ഒരു താല്പര്യമില്ല. ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ ശ്വാസം പോകുന്നതിന് മുമ്പ് എവിടെയെങ്കിലും നിന്ന് ജീവനുള്ള കർത്താവിനെ പ്രസംഗിക്കണം. അതുകൊണ്ട് മഴ നനഞ്ഞു, അച്ഛനൊക്കെ കുട പിടിച്ച് തന്നു, പാസ്റ്റർ ചായ മേടിച്ചുകൊണ്ട് തന്ന് 4 മണിക്കാ ഒരു നേരത്തെ ആഹാരം ഞാനിവിടെ വന്ന് കഴിച്ചത്. നിങ്ങൾക്കൊക്കെ പോസ്റ്റ് ഇടാൻ എളുപ്പമാ, കമന്റ് കൊടുക്കാൻ എളുപ്പമാണ്. സഹോദര, പോസ്റ്റ് ഇടാതെ ചങ്കൂറ്റത്തോടെ യേശു രക്ഷകനെന്ന് ഈ മലയോര ഗ്രാമത്തിൽ നീ പ്രസംഗിക്കാമെങ്കിൽ നല്ല പണം ഞങ്ങൾ തരാം. സ്വോത്രം. അതുകൊണ്ട് ഇത് ചെയ്യുന്നത് വേറെ ആരുമല്ല, മർത്തോമാക്കാരൻ ചെയ്യത്തില്ല. ഞാൻ CSI പ്രസംഗിക്കുന്നതാ. അതുപോലെ ഇവാഞ്ചലിക്കലിൽ ചില പ്രസംഗത്തിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അവർ പിന്നത്തതി പറയും, സാറേ ആ പറഞ്ഞ കാര്യം ഒന്ന് തിരുത്തണമെന്ന്. അതവർ മാന്യതയുള്ളവരാ. സ്വോത്രം. ഇവിടെ പരിശുദ്ധാത്മാഭിഷേകം പേടിച്ച് അന്യഭാഷയും പ്രാപിച്ചവൻ സത്യസുവിശേഷത്തിനെതിരെ നിന്നാൽ ഇന്ന് രാത്രി തണ്ണിത്തോടി ലൈവ് കേൾക്കുന്നവരോട് പറയാം, നിന്റെ തലമുറകളെ ന്യായം വിധിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് പച്ചയ്ക്ക് ഞാൻ പറയാം, എനിക്കൊരു സർട്ടിഫിക്കറ്റും വേണ്ട. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാനിവിടെ വന്നപ്പോൾ കർത്തൃദാസൻ പറഞ്ഞു, ഞാൻ ഒരു സഭയെ കുറ്റം പറയത്തില്ല, ഒരു വ്യക്തികളെ കുറ്റം പറയത്തില്ല. എൻ്റെ ആഗ്രഹം ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതുകൊണ്ട് പാസ്റ്റർ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ഫോൺ പോലും എടുത്തില്ല, നിങ്ങൾ കാണാൻ വണ്ടിയിൽ ഞാൻ ഫോൺ പോലും സംസാരിച്ചില്ല, ഫോൺ ഇവിടെ വെച്ചിട്ട് പോയത്. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇന്നെന്താ ഇട്ടിട്ടുണ്ടത്? ഞാൻ പറഞ്ഞു, അവൻ്റെ ആഗ്രഹം പോലെ അവന്മാർ ഇട്ടോട്ടെന്ന് പറഞ്ഞു. സ്വോത്രം. നിന്റെ ഒന്ന് സർട്ടിഫിക്കറ്റ് വേണ്ട, കാശ് ചോദിച്ച് ഞാൻ പ്രസംഗിക്കത്തില്ല, വേദി ചോദിച്ച് ഞാൻ പ്രസംഗിക്കത്തില്ല. ഇന്നലെ അച്ഛൻ ചോദിച്ചു അമേരിക്ക പോകുന്നു, ഒരമേരിക്കയിലും പോകണ്ട, ഒരു പൈസയും വേണ്ട. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒരു വ്യക്തി രക്ഷിക്കപ്പെടണം. അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ കൊടുക്കും തോറും ഞാൻ പച്ചയ്ക്ക് പറയാം, എൻ്റെ പ്രസംഗം കൊടുത്ത് ഒത്തിരി ചാനലുണ്ട്. അതൊന്ന് ഫെയ്ത്ത് മോർ ഉണ്ട്, റെഡ് ബി മീഡിയ ഉണ്ട്, സജു ചാത്തൻ്റെ ഒരു ഒഫീഷ്യൽ ഉണ്ട്. ഇവിടുത്തെ കേരളത്തിലെ പച്ചയ്ക്ക് ഞാൻ പറയാം, ഒറ്റ പെന്തിക്കോസുകാരൻ്റെ പ്രസംഗം TPM വിടത്തില്ല. ഇത് പെന്തക്കോസ് മിഷൻ്റെ ചാനലിനകത്ത് 400 പ്രസംഗം അവരെൻ്റെ ഓടിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം.
തിരുവല്ലായിലെ മൂപ്പ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ വിടുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, അച്ഛൻ ആരെങ്കിലും വിട്ടോട്ടാ. സ്വോത്രം. നിത്യതയിൽ പ്രവേശിച്ച തിരുവല്ലായിലെ പെന്തക്കോസ് മിഷന്റെ ചീഫ് ബാവുച്ചാൻ എന്നോട് പറഞ്ഞു, കുഞ്ഞെ അന്ത്യകാലം ഇത്രയും ക്ലിയറായിട്ട് ഞങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്, പ്രസംഗം വിടട്ടോ എന്ന്. ഞാൻ പറഞ്ഞു, എത്ര വേണേലും വിട്ടോളാൻ. TPM-കാരൻ പോലും ഇരുന്ന് കേൾക്കുമ്പോൾ ഏതോ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് ഇനിയും പോസ്റ്റ് ഇട്ടാൽ ദൈവത്തിന്റെ ന്യായവിധി, ഏലിയുടെ മക്കളെ ന്യായം വിധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ജീവന്റെ വചനം കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർ, എന്നെ മാത്രമല്ല ഇങ്ങനെ പച്ചയ്ക്ക് പ്രസംഗിക്കുന്ന പലരുമുണ്ട്. പോസ്റ്റ് ഇടാൻ നിൽക്കുന്ന സഹോദര, നീ മടങ്ങി വാ, ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്താൽ നിന്റെ നിലവിളക്ക് നിലയിൽ തന്നെ കെടുത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് പച്ചയ്ക്ക് പറയാ, അച്ഛാ വേദന ഉണ്ടാകണ്ട പറയുന്നത്. ആദ്യം മടങ്ങി വരേണ്ടത് ഇവിടുത്തെ സമുദായക്കാരനല്ല, ഇവിടുത്തെ പെന്തിക്കോസുകാരൻ മടങ്ങി വന്ന് മുട്ടുമടക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. വേദന കൊണ്ടായി പറയുന്നത്, അല്ലാതെ ഒരു വ്യക്തിയും വിമർശിക്കാനല്ല. വളരെ എളിമയോടെ ഇത്രയും വിദ്യാഭ്യാസവും വിവരവും റിസർച്ചും കഴിഞ്ഞ് നല്ല വ്യക്തമായിട്ട് വചനം പ്രസംഗിക്കാൻ. എടാ കുഞ്ഞെ, നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നീ പറ്റുന്നവനെ ആക്ഷേപിക്കാതിരി. സ്തോത്രം. നീ ഒന്നും ചെയ്തില്ലെങ്കിൽ പറ, ദൈവം അനുഗ്രഹിക്കട്ടെ, നിന്റെ തലമുറകളെ ദൈവം മാനിക്കും. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പച്ചയ്ക്ക് പറയാം, ദൈവത്തിന്റെ ന്യായവിധി വരുമെന്നുള്ള ഉറപ്പാ. ഇതൊരവസാന വാണിംഗ്. ലൈവ് കേൾക്കുന്ന ഏത് പുള്ളിയായാലും മനസ്സിലാക്കിയോ, കുഞ്ഞെ നിനക്ക് പോസ്റ്റ് ഇടാൻ കഴിയും, നല്ല കാശ് തരാം, നിനക്കൊരു 2 മണിക്കൂർ സ്റ്റേജിനകത്ത് പ്രസംഗിക്കാമെങ്കിൽ 5 സെന്റ് വസ്തു എഴുതി തരാം. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് എവിടെങ്കിലും സുഡാപ്പിയോ കമ്മിയോ ഇടുന്ന പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ ന്യായം വിധിക്കാൻ നിന്നാൽ നീ ഏത് രാജ്യത്തിരുന്നാലും ദൈവത്തിൻ്റെ ന്യായവിധി ഏത് ഗ്രൂപ്പിലായാലും നിന്നെ തീർക്കും. സ്വോത്രം. ആശാരി പറയുന്ന പോലെ ഇന്ന് രാത്രി തണ്ണിത്തോടി പറയാം, നിന്റെ പീസ് കർത്താവ് ഊരും. പച്ചയ്ക്ക് നീ മാനസാന്തരപ്പെട്ടാൽ നല്ലതാണ്. സ്വോത്രം. അത്രയും വേദന കൊണ്ടാണ് പറയുന്നത്. സ്വോത്രം. വളരെ ഇതായിട്ട് ഞങ്ങൾ വെള്ളം പോലും കുടിക്കാതെ കർത്തൃദാസന്മാരുടെ സഹോദരങ്ങളെ പോലെ കൊടയും പിടിച്ച് ഓരോ കവലയിലും 40ഓളം മിനിറ്റാണ് നിന്ന് നെഞ്ചു കയറി പ്രസംഗിച്ചത്. 4 മണിക്കാണ് ഒരു നേരത്തെ ആഹാരം കഴിച്ചത്. പ്രസംഗിക്കുന്നവൻ്റെ വേദന യാതന അറിയാതെ ഏതെങ്കിലും ഒരു അറ്റോമൂലയിട്ട് നീയൊക്കെ പോസ്റ്റ് ഇട്ടാൽ പച്ചയ്ക്ക് ഇന്ന് രാത്രി തന്നെ പറയോ, ന്യായവിധി നിന്റെ മേൽ വരും, നീ മടങ്ങി വാ. സ്തോത്രം. ഞാൻ ആരെയും കുറ്റം പറയല്ല, ബൈബിൾ ആരെയും ന്യായം വിധിക്കാനും പറയുന്നില്ല. പക്ഷേ ദൈവവചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. സ്തോത്രം. അതുകൊണ്ട് പച്ചയ്ക്ക് പറയും, പെന്തിക്കോസുകാരെ ഏതൊക്കെ ഗ്രൂപ്പുകാരായാലും മടങ്ങി വന്നില്ലേ കുഞ്ഞേ, നിന്റെ തലമുറകളെ ന്യായം വിധിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. നീ എത്ര കൈയടിച്ചാലും അന്യഭാഷ പറഞ്ഞാലും നീ എത്ര കടന്ന് തുള്ളിയാലും മാനസാന്തരപ്പെടാതെ നീ അക്കരെ നാട്ടിലും കയറത്തില്ല. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 1ാമത്തെ രാത്രി കടുപ്പിച്ചേ പറയത്തുള്ളൂ. ഭാരപ്പെടേണ്ട ഒരു കാര്യമില്ല, കടുപ്പിച്ചേ പറയത്തുള്ളൂ. സ്വോത്രം. ഞാനൊന്നും ഈ നിലനിൽക്കേണ്ട വ്യക്തികളല്ല, പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഇന്ന് ഞങ്ങൾ നിലനിൽക്കുന്ന. സ്തോത്രം. ഇന്നലെ രാത്രി തുടങ്ങിയത് മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. കോവിഡാനന്തര ലോകം കഴിഞ്ഞ 3.5 വർഷമായി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ബൈബിൾ ഇത് ഇസ്രയേലിലേക്ക്. എസെക്കിയേൽ 39:1-2 അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്, രോഷ്, മേശക്, ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധം. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6 ശേഷിപ്പിച്ച് ഉക്രൈൻ യുദ്ധത്തിൽ ഈറ്റുനോവ് വരുന്നത് പോലെ ഇസ്രായേൽ പർവ്വതനിരകളിൽ എത്തിക്കും. അതിൻ്റെ പേരാ 3-ാം ലോകമഹായുദ്ധം. റഷ്യയുടെ കൂടെ ആരൊക്കെ തേരും? എസെക്കിയേൽ 38:5-6 അവരോട് കൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരികയും ധരിച്ച പാർസികൾ, പേർഷ്യൻ രാജ്യം, അഫ്ഗാനിസ്ഥാൻ, കൂത്യർ, കൂശ്യർ, എത്യോപ്യ രാജ്യം, പൂത്യർ, ലിബിയ രാജ്യം, ഗോമേര്, ഇന്നത്തെ കൊറിയ, തോകർമാഗ്രഹം, തുർക്കി അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയോട് ചേരും. അപ്പോൾ ഇന്നത്തെ ഇസ്രയേലിനോട് ആര് ചേരും? നിന്നോടുകൂടെ ആരൊക്കെ? തർശീഷ് വർത്തകങ്ങൾ അഥവാ യൂറോപ്യൻ യൂണിയൻ ആരുടെ കൂടെ ചേരുമെന്നറിയാമോ? ഇസ്രയേലിനോട് കൂടെ ചേരും. അമേരിക്ക ഇസ്രയേലിനോട് കൂടെ ചേരും. ഇന്ത്യ ഇപ്പോൾ ഇസ്രയേലിനോട് നിൽക്കുന്നു. ഇവരെല്ലാം കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റഷ്യയെ നീ കവർച്ചയിടുവാനോ കൊള്ളയിടുവാനോ വെള്ളിയും പൊന്നും മോഷ്ടിക്കുവാനോ വരുന്നത് എന്തുകൊണ്ട്? റഷ്യ അന്ത്യദിനത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കും. ഇതൊരു ജാതി ആക്രമണമല്ല. സാമ്പത്തിക മണ്ഡലം തകരുന്ന റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ഇസ്രയേലിന് 3 കാര്യമുണ്ട്. ലോത്തിന്റെ കാലത്ത് തീയിറങ്ങിയ ചാവുകടലിൽ ധാതുലവണമുണ്ട്. ഇസ്രയേലിലെ നഗോ മരുഭൂമിയിൽ ഗ്യാസ് ഉണ്ട്. ഹൈഫ പോർട്ടിനകത്ത് എണ്ണക്കിണറുണ്ട്. അതുകൊണ്ട് റഷ്യ ഇസ്രയേലിന് ആവർത്തനം 33:24 ആശേർ പുത്രസമ്പത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ യഹോവയ്ക്ക് പ്രിയം, അവന്റെ കാൽ എണ്ണയിൽ മുങ്ങട്ട്. അങ്ങനെയെങ്കിൽ അന്ത്യദിനം റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ആ ഭാഗം ഇന്നലെ ആയപ്പോൾ ഇടവേളയായി. അതിന്റെ നടുവിൽ ഒരു ഭാഗത്ത് അത് നടന്നപ്പോൾ
ആ യുദ്ധം മുറുകിയപ്പോൾ ഇസ്രയേലിന് നേരെ ആക്രമണം. അതാ ഒക്ടോബർ 7 പൗലോസ് ലീഗ ധന്യൻ ചൊല്ലി റോമാലേഖനം 11:25 ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം സഹോദരന്മാരെ ഇസ്രയേലിന് അംശമായ കാഠിന്യമുണ്ടായിരിക്കും. അതാ ഇന്നത്തെ യെരൂശലേമിനകത്ത് തീയിറങ്ങുന്നു. ആമോസ് 2:5 ഇന്നലെ കുഞ്ഞു വായിച്ചു. ഞാൻ യെരൂശലേമിനകത്ത് ഒരു തീ അയക്കും, യഹൂദന്റെ അരമനകളെ അത് കത്തിച്ചു കളയുമെന്ന്. ഇന്നലെ രാത്രി ഇതുവരെ യഹൂദനെ കരുതിയ ഒരു കരുതലുണ്ടായിരുന്നു. അതായിരുന്നു അവന്റെ ടെക്നോളജി. യെശയ്യാ പ്രവചനത്തിനകത്ത് അവന്റെ വാഗ്ദത്തം പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ യെരൂശലേമിനെ സൈന്യങ്ങളുടെ യഹോവ കാക്കും. ഇസ്രയേലിനെ കൈവിട്ട് തുടങ്ങി. അത് അയൺ ഡോം തകരുന്നു, ഡേവിഡ് സ്ട്രിംഗ് തകരുന്നു, ആരോ റൂട്ട് തകരുന്നു. അത് കഴിഞ്ഞ് ചാട് സംവിധാനമൊക്കെ ഒരു കാലത്ത് അവന്റെ ടെക്നോളജിയാണ്. അതിന്റെ നടുവിൽ നിന്ന് യഹൂദൻ കരയും. ഈ യുദ്ധം എവിടത്തേക്ക് വരും? യെരൂശലേമിലേക്ക് വരും. മത്തായി 23:37 വാക്യം കുഞ്ഞു വായിച്ചു. യെരൂശലേമേ യെരൂശലേമേ, നിന്റെ അരികെ വന്നവര് നീ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞ യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം ഇപ്പൊ നടക്കുമോ? ഇന്നലെ എസക്കേൽ വീണ്ടും എഴുതി. എസക്കേൽ 21, 26, 27 ഞാനല്ല, പ്രിയ തമ്പിപ്പാഷല്ല, പ്രിയ അച്ഛനല്ല, ലാലിപ്പാഷല്ല എന്താ എഴുതിയേക്കുന്നറിയാവോ? പറഞ്ഞു തരാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളഞ്ഞ് താഴ്ന്നവന് ഉയർത്തും, ഉയരുന്നവൻ താഴും. അങ്ങനെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉന്മൂലനാശം, 1 ലോകമഹായുദ്ധം, 2 ഉന്മൂലനാശം. ഇനി വരാൻ പോകുന്നത് ഒരു ഉന്മൂലനാശം, 3 ലോകമഹായുദ്ധം. അപ്പൊ കുഞ്ഞു വായിച്ചു, അതിനവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും. അതാരംഭിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മടങ്ങി വരുമെന്ന് ഇന്നലത്തെ സന്ദേശം. ആകയാൽ തണ്ണിത്തോടുള്ള ദൈവ കുഞ്ഞുങ്ങളോട് ഇന്നലെ രാത്രി യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം, എൻ്റെ ഈ വചനങ്ങളെ കേട്ട്, മത്തായി 7:24-25 എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ പെരുങ്കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, സുനാമി വന്നു, അട്ടച്ചാക്കല്ല കാറ്റടിച്ചു. നിന്റെ വീട് വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ക്രിസ്തുവാകുന്ന പാറമേൽ മൂലക്കല്ലിനകത്ത് ഉറപ്പിച്ച് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭയാകെ വീട് വീഴുന്നതിന് മുമ്പ് കാന്തന്റെ കാഹളം മുഴങ്ങുമെന്ന് ഇന്നലെ രാത്രി. എത്ര പ്രസംഗം കേട്ടിട്ട് തണ്ണിത്തോട്ടി കൊടപ്പെടാതെ മണലിന്മേൽ അടിസ്ഥാനമിട്ടവൻ എന്താ സംഭവിച്ചത്? അടിസ്ഥാനമില്ല, വചനമില്ല, ആരാധനയില്ല, രക്ഷയില്ലാതെ കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് ലോകത്തിന്റെ മോഹത്തിൽ നടക്കുന്ന മണലിന്മേൽ അടിസ്ഥാനമിട്ടവൻ വീട് പണിയും. കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, പെരുമഴ പെയ്തു, ആ വീട്ടിന്മേൽ വീണു, അത് വീണ് പോയി. ഇന്നലെ രാത്രി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴെ പാതാളം അവനെ വിട്ടൊടിഞ്ഞിരിക്കുന്നു. സത്യവചനത്തിന്റെ 1-ാം ഭാഗം ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി തണ്ണിത്തോടുള്ള ദൈവ കുഞ്ഞുങ്ങളോട് ദൈവദാസനാകുന്ന ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായ വിട്ട് അനന്തതയുടെ കവാട തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ വരുമെന്ന് വിശ്വസിക്കുന്ന തണ്ണിത്തോട് മലമടക്കിലെ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രിയും പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. തണ്ണിത്തോടെ, ചിറ്റാറെ, കരിമാൻതോടെ, മൊഴിയേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Everyone open your Bible in this evening. We are going the prophecy of Zechariah chapter 12 verse 2 and 3. വിശുദ്ധ സെക്കരിയ പ്രവചനം 12, 2, 3 വാക്യങ്ങൾ. 13 വാക്യമായിരിക്കും വായിക്കുന്നത്. ഇന്നലത്തതുപോലെ തന്നെ 9:20 ആകുമ്പോൾ നിങ്ങൾക്ക് വൈൻഡ് ചെയ്യും. 9:20 കൂടുതൽ പോകത്തില്ല. ഒരു പാട്ട് പാടിയാൽ ചിലപ്പോൾ 2 മിനിറ്റ് മുന്നോട്ട് പോകും, അതുപോലെ 10 മണി വരെ പോകത്തില്ല. 13 വാക്യങ്ങളായിരിക്കും. 10 വാക്യങ്ങൾ കഴിയുമ്പോൾ ഇടവേളയായിരിക്കും, ഒരു ബൈബിൾ ക്ലാസ് പോലെ. 3 വാക്യം കൂടെ വായിക്കുമ്പോൾ അവസാനിക്കും. കുഞ്ഞ് വായിച്ച് സഹായിക്കും. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറന്നാട്ട് സെക്കരിയ പ്രവചനം 12, 2, 3 വാക്യങ്ങൾ. 2-ാം ദിനം വായിച്ചാട്ട് മോളെ. ഞാൻ യെരൂശലേമിനെ ഇന്ന് പോകുന്ന പരിപാടി യെരൂശലേമിലേക്ക് പോവുക. അതിനു വേണ്ടിയാ ഈ റഷ്യ ഉക്രൈൻ എല്ലാം ഒരു വെടിനിർത്തൽ വരും. ഇനി സംഭവിക്കുന്ന ജെറുസലേമിലേക്ക്. ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും 21 അറബ് രാഷ്ട്രങ്ങൾക്ക് വായിക്കാം
ഒരു പരിഭ്രമ പാത്രമാക്കും. യെരുശലേം ഒരു പരിഭ്രമ പാത്രം, അന്താരാഷ്ട്ര വിഷയമാകും. അതാ ഇന്നത്തെ ഇസ്രയേൽ, ഇറാൻ. അടുത്ത വാക്ക് യെരുശലേമിന്റെ നിരോധനത്തെങ്കിൽ. ഇസ്രയേലിനെതിരെ എല്ലാ രാജ്യങ്ങളും ഒരു കാലത്ത് ഒരു ഉപരോധം കൊണ്ടുവരും മക്കളെ. അടുത്ത വാക്ക് അത് യഹൂദയ്ക്കും വരും. ഇസ്രായേൽ ദേശം നിലവിളിക്കും. യഹൂദന്റെ നിലവിളിയുടെ കാലം വരാറായി. അടുത്തത് അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഉലകത്തിലെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും. അന്ത്യകാല പ്രവചനം. അത് കഴിഞ്ഞിട്ട് വായിക്കാം. അതിനെ ചുമക്കുന്നവരൊക്കെയും ഇസ്രയേലിന്റെ വിഷയത്തെ ഇടപെടുന്ന സകലവനും കരയാൻ തുടങ്ങുന്നു. അടുത്തത് കഠിനമായി മുറിവേൽക്കും. അടുത്തത് ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. യെരുശലേമിന് വിരോധമായി കൂടി വരും. 5 ഭാഗമാ. ഇതൊന്നും ആരും തൊടത്തില്ല. ഇവിടെ സെൻട്രൽ കൺവെൻഷൻ നടന്നാലും, ഇട്ടിയപ്പാറ നടന്നാലും, കുമ്പനാട് നടന്നാലും, തിരുവല്ലായി നടന്നാലും ഇവരാരും ഈ ഭാഗം തൊടത്തില്ല. അവർക്കൊട്ട് അറിയത്തുമില്ല. സ്വോത്രം. അതുകൊണ്ട് ഇതുപോലുള്ള യോഗത്തിലെങ്ങാനും വന്ന് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുത്താൽ നല്ലത്. ഞങ്ങളൊരു 3-4 പേരെ ഉള്ളിനി, ബാക്കി ആരും ഇത് പറയുന്നില്ല. പോൾ ഗോപാലകൃഷ്ണൻ സാറുണ്ട്, അത് കഴിഞ്ഞ് ജോൺ പി തോമസ് സാറുണ്ട്, അത് കഴിഞ്ഞ് തോമസ് മാമൻ സാറും ഉണ്ട്, പിന്നെ വഴിയോരത്തെ കവലപ്രാസംഗനായ ഞാനും ഉണ്ട്. ഞങ്ങൾ പോകുന്നതോടുകൂടി കാര്യവും തീരും. സന്തോഷമില്ലല്ലോ. പിന്നെ വെളിപ്പാടുമില്ല, സക്കരിയാവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. സ്വോത്രം. പച്ചയ്ക്ക് പറയാ, പെന്തിക്കോസുകാരോട് പറയാ. പണ്ടത്തെ എല്ലാ കൺവെൻഷനിലും ഒരു വ്യക്തിയെങ്കിലും കർത്താവിന്റെ വരവ് പ്രസംഗിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ കൺവെൻഷനിൽ അവറാച്ച മലയിൽ പോയതാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വോത്രം. അബ്രഹാം മലയിൽ പോയിട്ട് എത്രയോ കൊല്ലമായി. കർത്താവിന്റെ വരവ് പറയുന്നവന് ഒരുത്തന് വേദിയും കൊടുക്കത്തില്ല, പ്രസംഗിക്കുന്നവനെ അടിച്ചോണ്ടുമിരിക്കും. സ്വോത്രം. പച്ചയ്ക്ക് ഞാൻ പറയാം. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. ജെറുസലേം. 2 പരിഭ്രമപാത്രം. 3 ഭാരമുള്ള കല്ല്. 4 ജാതികൾ വിരോധമായി കൂടി വരും. 5 ലോകത്തിൽ ഒരു മുറിവ്. ഇന്നും നാളെയും ഇതിനെ ബേസ് ചെയ്തായിരിക്കും സംഭവം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം. കഴിഞ്ഞ രാത്രി നമ്മൾ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോയി. നമ്മുടെ ഭവനങ്ങളിൽ ദൈവം നമ്മെ കാത്തു. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം കാത്തു. നമ്മുടെ വെളിനാട്ടിലുള്ള മക്കളെ ദൈവം കാത്തു. അമ്മച്ചി വലിയ പണം തന്നില്ലെങ്കിലും, വലിയ ഡോളർ തന്നില്ലെങ്കിലും, രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഒരിക്കൽ കൂടി എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നോ, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നോ, എൻ്റെ പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിൽ കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവ് നിയമത്തിന്റെ പെട്ടകവുമായി ഞങ്ങളുടെ നടുവിലേക്ക് വന്നിട്ടുണ്ടല്ലോ. യഹോവയുടെ തിരുശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു. യഹോവയുടെ തിരുശബ്ദം വനാന്തരത്തിൽ മുഴങ്ങുന്നു. യഹോവയുടെ തിരുശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. യഹോവയുടെ തിരുശബ്ദം ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചതുപോലെ തന്നിത്തോട് ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക, കുടുംബജീവിതം തകർന്ന വ്യക്തികൾ യേശുവിനെ കാണുക. ഈ കൺവെൻഷൻ കൂട്ടം മുഖാന്തരമായി മാറട്ടെ. പുഴവക്കത്ത് രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ലുദിയയുടെ ചങ്കിനകത്ത് വചനമിറങ്ങിയപ്പോൾ അവൾ നാഥന രക്ഷിതാവായി സ്വീകരിച്ചതുപോലെ ജീവന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, നിത്യതയുടെ വചനം ഈ പട്ടണത്തിൽ കേട്ട് ചിലരുടെ കരങ്ങൾ യേശുവിന് വേണ്ടി ഉയരുന്ന ദിനങ്ങളായി മാറട്ടെ. അപ്പാ, വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറട്ടെ. ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറട്ടെ. പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറട്ടെ. തന്നിത്തോട് പട്ടണം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭകൾ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. നാനാജാതി മതസ്ഥരെല്ലാം തന്നിത്തോട് എൻ്റെ കർത്താവിൻ്റെ കരത്താൽ ഈ ദിവസം വിടുവിക്കപ്പെടുന്ന ദിനമായി മാറട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ തിരിക്കണമേ. പ്രിയ പിതാവേ, ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇവിടെ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട യേശുപ്പച്ചൻ്റെ നാമം മാത്രം പ്ലസ് തണ്ണിത്തോടിനകത്ത് ഉയരണം. കുഞ്ഞുങ്ങളെല്ലാം കാക്കണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി വിട്ടേച്ചു വന്ന ഭവനങ്ങളെല്ലാം ദൈവം കാക്ക്. വിടുതലോടെ മക്കളെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വളരെ താഴ്മയോടെ ദൈവസ്നേഹത്തോടെ വിശുദ്ധ ബൈബിൾ തുറന്നുകൊണ്ടിരിക്കാം. 20 മിനിറ്റ് യെറുശലേമിലേക്ക് പോകും. അതിനുശേഷം ഇന്നത്തെ ഇസ്രയേൽ ഗാസ, ഇസ്രയേൽ ലെബനോൻ, ഇസ്രയേൽ യമൻ, ഇന്നത്തെ റൈസിംഗ് ലയൺ വരുമ്പോഴായിരിക്കും ഇടവേള. നല്ല ചിന്തയോടെ ആയിരിക്കണം. ഇന്നലെ കർത്തൃദാസന്മാർ പറഞ്ഞതുപോലെ വളരെ വേഗത കുറച്ച് അന്ത്യകാലത്തിന്റെ ദൂതായിരിക്കും പ്രതിപാദിക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, വിശുദ്ധ ബൈബിൾ 39 പഴയ നിയമം, പുതിയ നിയമം 27 ഭാഗങ്ങൾ. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ 17 പ്രവചനങ്ങളാ ഉള്ളത്. അതിനകത്ത് മേജർ പ്രവചനങ്ങൾ 4 1
ഇരമ്യാവ്, 2 യെശയ്യാവ്, 1 ഇരമ്യാവ്, 2 യെശയ്യാവ്, 3 എസെക്കിയേൽ പ്രവചനം. ഇത് 3 വലിയ പ്രവചനങ്ങൾ. അത് കഴിഞ്ഞ് മധ്യകാല പ്രവചനങ്ങൾ, ഇടപ്രവചനങ്ങൾ 4 1 ദാനിയേലുണ്ട്, സെക്കരിയാവുണ്ട്, ആമോസ് ഉണ്ട്, ഹോശയ്യുണ്ട്. അത് കഴിഞ്ഞ് തുലോം കുഞ്ഞു പ്രവചനങ്ങൾ ബൈബിളിനകത്ത് ഹബക്കൂക്കുണ്ട്, നഹൂമുണ്ട്, യോവേലുണ്ട്, മലാക്കിയുണ്ട്. ഇതെല്ലാം കുഞ്ഞു പ്രവചനങ്ങൾ. വിശുദ്ധ ബൈബിളിലെ 38 പുസ്തകമാ സെക്കരിയ പ്രവചനം. മക്കളെല്ലാം നല്ലതുപോലെ നോട്ട് എഴുതിയെടുക്കണം. എൻ്റെ ആഗ്രഹം നിങ്ങൾ ഇതൊക്കെ തുണ്ടെഴുതി പ്രസംഗിക്കണം. അതിനുവേണ്ടിയേ പറയുന്നത്. 38 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് 550 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ ഇന്നേക്ക് 2550 കൊല്ലം മുമ്പ് ഇദ്ദോ പ്രവാചകനായ സെക്കരിയാവിൽ കൂടി വരാനിരിക്കുന്ന കാലത്തെ ഇസ്രയേലിനെ പറ്റി രേഖപ്പെടുത്തിയതാ ഏതാ? സെക്കരിയ പ്രവചനം. 256 വാക്യങ്ങൾ, 14 അധ്യായങ്ങളാ സെക്കരിയ പ്രവചനത്തിന്റെ പ്രത്യേകത. ഇവിടെ ഒരു ഭാഗം നിങ്ങൾ ചിന്തിക്കണം. യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് ഓശാന പെരുന്നാൾ തൊട്ട സെക്കരിയ പ്രവചനത്തിന്റെ നിർണായക കാര്യം പറഞ്ഞു തരാം. സെക്കരിയ 9:9 ഇന്നലെ ഞാൻ പറഞ്ഞു, സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കാം, യെരൂശലേം പുത്രിയെ ആർപ്പെടുക, സിയോനിന്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി വരും. 10-ാം അധ്യായം അത്തിതളർക്ക്. അതുകൊണ്ട് ബരാക്ക് 8 മിസൈൽ ഓപ്പറേഷൻ സിന്ദൂറിനകത്ത് പാകിസ്ഥാന്റെ മണ്ടക്കിട്ടടിച്ച് പാകിസ്ഥാൻ കരഞ്ഞതാ ഇസ്രയേലിന്റെ ബരാക്ക് മിസൈൽ. വേദാ സെക്കരിയ 10 പിന്മഴയുടെ കാലത്ത് നീ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണറിനെ അയക്കും. ആ പേര് വെച്ചുണ്ടാക്കിയ സാധനമാ ബരാക്ക്. പോസ്റ്റ് ഇടുന്നവന്മാർ വേണേ അതും പറയും, സ്വോത്രം. അതുകൂടെ എഴുതിക്കോ. അതാ ഇസ്രയേലിൽ നിന്ന് വന്ന ബരാക്ക് 8 സംവിധാനമാ പാകിസ്ഥാൻ ഈ ദിവസങ്ങളിൽ. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9 സിയോൻ പുത്രിയെ, 10 ബരാക്ക് മിസൈൽ, 11 ഇന്ന് രാത്രി വായിക്കും. ലെബനോൻ കരയും. ഇതിന്റെ അവസാനം ജെറുസലേമിലേക്ക് പോകും, ഭാരമുള്ള കല്ല്. 13-ാം അധ്യായമാകുമ്പോൾ യഹൂദന്റെ നിലവിളി ഉലകത്തിൽ ഉയരും. 14-ാമത്തെ അധ്യായത്തിൽ അവന്റെ നിലവിളിയുടെ മുൻപിൽ നാഥന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും കർത്താവിന്റെ വരവ്. വളരെ ക്ലിയറാ ബൈബിളും പ്രവചനവും. അച്ചട്ടായിട്ട് ഇതൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മക്കളെ നിങ്ങളോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ 5 ഭാഗങ്ങളാ ഉള്ളത്. 4 ഭാഗമായിരിക്കും ഈ രാത്രി ചിന്തിക്കുന്നത്. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ എവിടം വരെ പറയുമ്പോൾ ഈ രാത്രിയിലെ സന്ദേശം. ഇനി ഒരു 20 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ആരാ യെരൂശലേം, എവിടുന്ന് ഈ പേര് വന്നു, എല്ലാം ക്ലിയറായി താഴ്മയോടെ. ബൈബിൾ തുടങ്ങുന്നത് ഉൽപ്പത്തി. ആദിയിൽ ദൈവം ആകാശം ഭൂമി, പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ, വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു യൂണിവേഴ്സ്. 2 മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു, എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് 6 ഘടകം: സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. നിലത്തപ്പൊടിയിൽ നിന്ന് ആദാം തക്ക തുണയായി അവരെ കൊണ്ടുവന്നതാ ഏദൻ പൂങ്കാവനം. ദൈവം കൊടുത്ത അനുഗ്രഹം. ആയുസ് ഇഷ്ടം പോലെ അടക്കി പാടുക, പെറ്റുവരുക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കാം. ഒരു ദിവസം 1000 സംവത്സരം. തോട്ടത്തിന്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലം അത് ഭക്ഷിക്കുന്ന നാളിൽ തേജസ് നഷ്ടപ്പെടും. ദൈവം വെച്ച കൽപ്പന നിരസിച്ചു. 1-ാമത്തെ കുടുംബ പാപത്തിൽ വീണു. ആദം ഹവ്വ ദമ്പതികൾക്ക് 2 കുഞ്ഞുങ്ങൾ, കായീൻ ഹാബേൽ. അവരെ നിലത്തിൽ ആരാധനയ്ക്ക് ദൈവം വിളിച്ചു. കായീൻ മേൽത്തരമായ വിഭവം, ഹാബേൽ ഒരു കുഞ്ഞാടിന്. ഹാബേലിനെ കായീൻ ദുഷ്ട മനുഷ്യൻ കൊന്നു. ഹാബേലിന്റെ രക്തം നിലവിളിക്കുന്നു. സ്വർഗം കായീനോട് ചോദിച്ചു, കായീനേ, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അപ്പൊ ചോദിച്ചൊരു കാര്യമുണ്ട്, ഞാൻ അവന്റെ കാവൽക്കാരനോ. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി 5 ബൈബിൾ കൂടെ. ആദമിന്റെ 7-ാമത്തെ തലമുറയിൽ ഒരുവനുണ്ടായിരുന്നു ഹാനോക്ക്. ഹാനോക്കിന്റെ തലമുറ ഒരുവനുണ്ടായിരുന്നു മെതുശലേഖ്. മെതുശലേഖിന് 969 സംവത്സരം സ്വർഗം ആയുസ് കൊടുത്തു. ബൈബിളിനകത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടിയത് ആർക്കാ? മെതുശലേഖ്. 969. 1000 ആരുമില്ല. മെതുശലേഖ് ചിറ്റാറിൽ പ്രസംഗിച്ചില്ല, കോന്നിയിൽ പ്രസംഗിച്ചില്ല, ട്രാക്ടർ കൊടുത്തില്ല. ദൈവം ആയുസ് കൊടുക്കാനും സമ്പത്ത് കൊടുക്കാനും കാര്യമുണ്ട്. അപ്പൻ വചനത്തോട് കൂടെ നടന്നത് കൊണ്ട് ദൈവം തലമുറകളെ അനുഗ്രഹിച്ചു. കരമുയർത്തുന്നവർക്കായി. അവൻ ബൈബിളിനകത്ത് ഒരു കാര്യവും മെതുശലേഖിനെ പറ്റിയില്ല. പക്ഷേ 969 കാര്യം എന്താ? അവന്റെ അപ്പൻ ദൈവത്തോട് കൂടെ നടന്നു, വചനത്തോട് കൂടെ നടന്നുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചു. അപ്പച്ചന്മാര്, അമ്മച്ചിമാര്, സഹോദരിമാര്, കുഞ്ഞുങ്ങള്, ഇന്ന് രാത്രിയും ദൈവവചനവുമായി കടന്നു വന്നവര്, നിങ്ങൾ ഈ നിയമത്തിന്റെ പെട്ടകം ചുമക്കുമ്പോൾ എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം.
ബാക്കി ഉൽപ്പത്തി 6 ആയപ്പോൾ ലോകത്തിൽ മനുഷ്യൻ ദൈവത്തിന്റെ പുത്രന്മാർ ആരായി ലോകത്തിന്റെ പുത്രന്മാരെ തെരഞ്ഞെടുത്തു. അന്നേരം ചിറ്റാറിലെ വത്സമ ചേച്ചി ദാണ്ട് ബ്ലൗസിന്റെ കൈ വെട്ടുന്നു അല്ല ദൈവം ആയുസിനെ മാറ്റി 120 സംവത്സരമായി. വചനം മനസ്സിലാക്കുന്നവർക്കായി പാപം ചെയ്ത മനുഷ്യൻ ദൈവതേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഒരച്ഛനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആരാ? മെഥൂശലഹിന്റെ തലമുറ ലാമേക്കിന്റെ തലമുറയായി ഒരുവൻ വന്നു, നോഹ. ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. നോഹയോട് പറഞ്ഞു, കുഞ്ഞ് ഒരു പെട്ടകം പണിയണം, ദാ വരാൻ പോകുന്നു മഴ, എല്ലായിടത്തും സുവിശേഷം അറിയിക്കണം, അല്ലെങ്കിൽ ലഘുലേഖ കൊടുക്കണം. 350 30 ഗോഫേർ മരം. 4-ാമത്തെ കാര്യം 5 പെട്ടകത്തിന് 3 തട്ട്, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. ഇത്രയും അടിസ്ഥാനത്തിൽ നോഹ പെട്ടകം പണിഞ്ഞു. കോന്നിയിലും ചിറ്റാറിലും വടശ്ശേരിക്കലും പറഞ്ഞു മഴ വരാറായി. എല്ലാവരും പറഞ്ഞു വല്യപ്പന് തലയ്ക്ക് ഏതാണ്ടാന്ന്. സ്വോത്രം. സ്വർഗം ഈ ലഘുലേഖ ട്രാക്റ്റും എല്ലാം കൊടുത്ത് ആംപ്ലിഫയർ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഓഫ് ചെയ്യാൻ ചെയ്തപ്പോൾ ഒരു സംഭവം ഉണ്ടായി. പ്രകൃതിയിൽ നിന്ന് മഴ പെയ്തിറങ്ങി. ആഴിയുടെ ഭണ്ഡാരഗ്രഹങ്ങൾ മേളിൽ നിന്നൂടെ മഴ പെയ്ത്. ആദ്യത്തെ സുനാമി നോഹയുടെ കാലത്താണ്. അപ്പൊ ഓരോരുത്തരും പറഞ്ഞു ഉപദേശി പറഞ്ഞത് ശരിയാ. അതാ ഇന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ സത്യസന്ദേശം പറയുമ്പോൾ നോഹയെ കുറ്റം പറഞ്ഞ പോലെ കുറ്റം പറഞ്ഞാൽ അതിന്റെ ചേട്ടനാ ഇന്ന് അടിക്കുന്നു. നോഹയുടെ കാലത്ത് അടിച്ചതാ യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. സന്തോഷമില്ലല്ലോ സോദരം. കടയിൽ വയ്ക്കുന്ന പൈനാപ്പിൾ ഓറഞ്ചും അല്ല. ഇവിടെ അച്ചായന്മാരിപ്പോണ്ട്. പണ്ട് ഇത് വല്ലതും കേട്ടിട്ടുണ്ടായിരുന്നു അമ്മച്ചി. അച്ചായൻ എന്താണ് വളരെ പ്രായമുള്ള അച്ചായൻ എന്തായിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ അച്ചായന്. കഴിഞ്ഞ 10 വർഷമായിട്ട് പത്രം തുറന്നാൽ കുഞ്ഞമ്മ മറിയാമ്മ പോലെ റീത്തയും കത്രീനയും ബിൽമേ ഗാർബി ഓർമ്മ മാത്യു ലോറൻസ് മക ബുൾബുൾ മേഘനു സാഗർ ബുരേവി എല്ലാം അടിക്കും. പത്രം വായിക്കാത്ത ബെന്തിക്കോസുകാരാ പോസ്റ്റ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് മേഘം ഇറങ്ങി വരുന്നത് കൊണ്ട് ഇപ്പൊ അലർട്ട് അല്ലയോ. യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. സന്തോഷമില്ല ചായ സ്വോത്രം. കഴിഞ്ഞ 10 വർഷമായി ഇതാ നോഹയുടെ കാലത്ത് അലർട്ട്. മനസ്സിലാകുന്നവർക്കായി. സയൻസ് പറഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കാതെ ഇവിടെ ഇരിക്കും. ബാക്കിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വോത്രം. അങ്ങനെയെങ്കിൽ പെട്ടകത്തിന്റെ വാതിൽ സ്വർഗമിട്ടു. മഴ ഇങ്ങനെ പോയി. 1-ാമത്തെ ബൈബിൾ. ഞാൻ വെള്ളമൊക്കെ കയറി പെട്ടകം കുലുങ്ങാൻ തുടങ്ങി. ഉടനെ നോഹയുടെ അമ്മാമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ചായ കർത്താവ് പറഞ്ഞത് വെറുതെ. മിക്കവാറും നമ്മൾ ആറന്മുള പമ്പയാറ് വഴി കൊച്ചി കടലിൽ തീരുമെന്ന്. സന്തോഷമില്ലല്ലോ സോദരം. പെട്ടകത്തിനകത്തും ചെറിയ കുഴപ്പമുണ്ടായി. ഉടനെ നോഹ പറഞ്ഞൊരു കാര്യമുണ്ട്. സിസ്റ്റർ സമാധാനപ്പെട്, ഇത് പണിഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാ. ഇന്ന് പകൽ തണ്ണിത്തോടിനോട് ഞാൻ പറയാം, ദൈവം നിന്റെ പെട്ടകത്തെ പണിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം കൊടുങ്കാറ്റടിച്ചാലും അല്പം പെരുങ്കാറ്റടിച്ചാലും ആത്മാവിൽ ദൂതേറ്റെടുത്തോണ്ട് പോകണം. നിന്റെ പെട്ടകത്തിനകത്ത് ഇച്ചിരി വെള്ളം കയറിയാലും അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അതിനെ കൃത്യസ്ഥലത്ത് ഉറപ്പിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആരാധനയുടെ നടുവിൽ ചില വിഷയങ്ങളുമായി ചിലർ വന്നിട്ടുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിനകത്ത്, സാമ്പത്തിക വിഷയത്തിനകത്ത് പെരുങ്കാറ്റും കൊടുങ്കാറ്റ് പോലെ ചില വിഷയങ്ങൾ വന്ന് നിന്നെ തകർക്കുമെന്ന് ദുഷ്ടപിശാച് പദ്ധതി വെച്ചാലും അച്ചായ അമ്മാമയെ ഉയർത്തി പറയണം. അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ, തണ്ണിത്തോട്ടം കരിമാൻ തോട്ടം ചിറ്റാറിൽ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ, അവന്റെ പ്ലാൻ കണ്ണിന് മുമ്പിൽ അവസാനിച്ച് തീരുന്നത് വരെ എന്റെ പെട്ടകം തകരാ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ക്രിസ്തീയ ജീവിതം അമ്മാമേ, ക്രിസ്തീയ ജീവിതം ആച്ചായ കർത്താവിൻ്റെ ദാസനെ പ്രതികൂലങ്ങൾ വരും. ഞങ്ങളുമൊക്കെ ഒത്തിരി അനുഭവിക്കുന്നതാണ്. പ്രതികൂലം വന്നാലും അല്പം കാറ്റടിച്ചാലും പെട്ടകത്തിൻ്റെ വിള്ളലുണ്ടായാലും അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ, കടലിനകത്ത് മുക്കുന്നവനല്ല ഞാൻ ആരാധിക്കുന്ന ദൈവം. നിന്നെ ആരാധനകത്ത് ഉറപ്പിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്ന, ആത്മീയ ഗോളത്തിൽ നിൽക്കുന്ന മകനെ, മകളെ, പ്രതികൂലവും പ്രതിസന്ധി വരുമ്പോൾ നീ തളരരുത്. കരമുയർത്തി പറയണം, ഇതിൻ്റെ നടുവിലും എനിക്ക് വേണ്ടി ഒരാരാധന തുറപ്പിച്ച് എൻ്റെ കുടുംബത്തെ കാത്തു പരിപാലിക്കുന്നവനാ സർവശക്തനായ ദൈവം. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി. അരാരാത്ത് നല്ല സ്ഥലമായിരുന്നു. പെട്ടകം അരാരാത്തിൽ നിന്ന് ഇറങ്ങി. അപ്പം ഈ വെള്ളമൊക്കെ പോയപ്പം നോഹ വിചാരിച്ച് ആംപ്ലിഫയറും പോയി, നെൽപാശ കഴിഞ്ഞിട്ട് ട്രാക്റ്റും പോയി. എവിടുന്ന് ഒരു JCB വിളിച്ചുകൊണ്ട് വന്ന് നല്ല മുന്തിരി കൃഷിയും തുടങ്ങി. സന്തോഷമില്ലല്ലോ സോദരം. അപ്പം നല്ല ക്ലിയറായി മുന്തിരിയെല്ലാം നല്ലതുപോലെ വളർന്നു. ആദ്യം വടശ്ശേരിക്കരക്കാരും ചിറ്റാറുകാരും മൈലപ്പുറക്കാരും ഒക്കെ വന്ന് മേടിച്ച്. അങ്ങനെ എന്നപ്പം ബാംഗ്ലൂരുകാർക്ക് പിടികിട്ടി. നല്ല പുതുമണ്ണിൽ വളർന്ന മുന്തിരിയ അമ്മമാർ കള്ളുണ്ടാക്കുന്നവന്മാരുമായിരുന്നു സ്വോത്രം. അവർ വന്ന് നോഹയോട് പറഞ്ഞു, അച്ചായ ഈ കൊച്ചു പെട്ടി ഇവിടെ കൊടുത്ത് കാശ് മേടിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ കണ്ടെയ്നർ അയക്കാം, ഓൺലൈൻ ഗൂഗിൾ പേ പൈസയും തരാം. സന്തോഷമില്ലല്ലോ. അച്ഛനെല്ലാം പാക്ക് ചെയ്തേക്കാം. നോഹയ്ക്കും സന്തോഷമായി. തണ്ണിത്തോട്ടിലെ കച്ചവടക്കാർക്ക് 5-10 കൊടുക്കുന്നതിനേക്കാളും നല്ലത് പുള്ളി ഗേറ്റടച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന കള്ള് കച്ചവടക്കാർക്ക് കൊടുത്ത് 6 മാസം കഴിഞ്ഞപ്പോൾ കച്ചവടം പൊടിയായി. കള്ള് കച്ചവടക്കാർ നോഹയെ കാണാൻ വന്ന്
എവിടെ വന്നു? ചിറ്റാർപ്പുഴയുടെ തീരത്ത്. നോഗയോട് പറഞ്ഞു, അച്ചായൻ്റെ മുന്തിരി കിട്ടി, ഞങ്ങൾക്ക് സന്തോഷമായി, കാര്യം റിയഡായി. അപ്പോൾ ഉടനെ അച്ചായൻ പറഞ്ഞു, എനിക്ക് നല്ല ഓൺലൈൻ പൈസ കാണാൻ വന്നവർ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നപോലെ നോഗയ്ക്ക് സാമ്പിൾ ബോട്ടിലും കൊടുത്തു. നോഗ പറഞ്ഞു, വേണ്ട വേണ്ട, ഇത് ഞാൻ ഉപയോഗിക്കത്തില്ല, പണ്ട് ഉപദേശിയായിരുന്നു. ഉടനെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് നാടൻ മലയാളത്തിൽ, അച്ഛാ ഇച്ചിരിയൊക്കെ കുടിച്ചോ, ശരീരത്തിന് നല്ലതാ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ചില ആൾക്കാർ പറയുന്ന പോലെ, അച്ഛാ ഇച്ചിരി ബിയറൊക്കെ അടിച്ചോ, യൂറിൻ പാനും നല്ലതാ, അങ്ങനെ പറയത്തില്ലയോ. ചില ഉപദേശിമാർ ഇന്നത്തെ കാലത്ത് പറയുന്നത് 30 അടിച്ചാലും കർത്താവ് ക്ഷമിക്കുമെന്ന്. തമ്പിച്ചാനും അത് കേട്ടിട്ട് സന്തോഷമില്ല. യവനെ ഒന്ന് സഭയിലും കയറ്റരുത്, സ്വോത്രം. അത് മാത്രമല്ല, പാസ്റ്റർമാരോട് എന്തായാലും പോസ്റ്റ് വരും. വെളിനാട്ടിക്ക് അന്ത അരുമയാണ് ചെയ്തി കൊടുക്കാൻ പോകുന്നത്. അച്ചായന് വിട്ടിരിക്കുന്നത് പ്ലെയിനകത്തെങ്ങാനും കയറുമ്പോൾ എയർ ഹോസ്റ്റസ് തരുന്ന സാമ്പിൾ ബോട്ടിൽ ദയവ് ചെയ്ത് പ്ലെയിനകത്തിരുന്ന് പൊട്ടിക്കരുത്. ഇപ്പുറത്തിരിക്കുന്നവൻ്റെ ക്യാമറയുണ്ട്, മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. അടിക്കണമെങ്കിൽ ബാഗിനകത്ത് ഇട്ടേക്കണം. പ്ലെയിനകത്തെങ്ങാനും കയറുന്ന സാമ്പിൾ ബോട്ടിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ അടുത്തവനിരിക്കുന്നവരെ ക്യാമറ എടുക്കുക. കോട്ടയത്തെ ചേട്ടൻ കുടുങ്ങിയ പോലെ കുടുങ്ങും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഈ പള്ളിക്ക് ഈ മണി മതി, ശ്രോത്രം. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. പച്ചയ്ക്ക് ഞാൻ പറയുമോ, ശ്രോത്രം. അങ്ങനെയെങ്കിൽ അവസാനം അവർ പറഞ്ഞു, എന്തായാലും 30 60 ഇപ്പം സൂചേട്ടത്തിൻ്റെ ലഘുലേഖയെല്ലാം മുഴുക്കുടിയനായി. കേട്ടോണേ. അങ്ങനെയെങ്കിൽ അവൻ ഒരു ദിവസം നല്ലതുപോലെ കുടിച്ചു കിടക്കുക. കൂടാരത്തിനകത്ത് വിവസ്ത്രനായി കിടക്കുമ്പോൾ മക്കൾ വന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ ശരീരത്തിനകത്ത് വസ്ത്രം പുതപ്പിച്ച് കാണും. കെട്ടുവിട്ട് ഉണർന്നെന്തോ നോഹ എന്തോ ഇത് മക്കളെ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടവൻ. സ്വർഗം പറഞ്ഞു, ഇനി നിന്റെ കൂടെ എല്ലാം. ഒറ്റ പോക്ക് പോയി സ്വർഗം. ഇന്നത്തെ ഇറാഖിലെ മെസപ്പെട്ടോമിയയിൽ കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു. ആരാ? സേത്തിന്റെ തലമുറയിൽ. അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കപ്പെടും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. വളരെ ക്ലിയറായി. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി പോലെ. ഒരുത്തനെ കൂടെ കൂട്ടി. ആരാണെന്നറിയാമോ? ഗുണപ്പെടാത്ത ലോത്തൂടെ. അവർ വന്നതാ മമ്രയുടെ തോപ്പ്. അവസാനം അബ്രഹാം മമ്രയുടെ തോപ്പിലായിരിക്കുമ്പോൾ ഒരു സന്തതി ജനിച്ചു. ആ സന്തതിയുടെ പേരാ ഇസഹാക്ക്. ഇസഹാക്കിന്റെ സന്തതിയായി ഒരുവൻ ജനിച്ചു, യാക്കോബ്. ഈ യാക്കോബിന്റെ കൂടെ അമ്മാമ്മയുടെ വയറ്റിൽ ഒരുവൻ ഉണ്ടായിരുന്നു. അവന്റെ പേരാ ഏശാവ്. ഈ അടിയ ഏലാ താഴ്വര തൊട്ട് നാളെ കേൾക്കണം യോവേലിന്റെ താഴ്വര. യോവേലിന്റെ പ്രവചനം എടുക്കുമ്പോൾ നാളെ പറയാം, എല്ലാവരും പറയണം അന്ത്യകാലമാ. ഈ അടി ഗാസയിലും ഇസ്രായേലും തുടങ്ങിയതല്ല. വടി ഒന്ന് അബ്രഹാമിന്റെ വീട്ടിൽ തുടങ്ങിയതാ. ആരാ? ഇസഹാക്കും ഇസ്മായേലും. രണ്ടാമത്തെ അടി ഒരമ്മച്ചിയുടെ ഉദരത്തിൽ തുടങ്ങി, ഏശാവ് യാക്കോബ്. മനസ്സിലാകുന്നവർക്കായി ഈ അടിയ അവസാനം വരാൻ പോകുന്ന 3-ാം ലോക മഹായുദ്ധം. നാളെ അതിലേക്കാണ് വരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, യാക്കോബിന് ഒരു സന്തതി ഉണ്ടായിരുന്നു, വാർദ്ധക്യകാല സന്തതി യോസെഫ്. യോസെഫിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഞങ്ങളുടെ നാടൻ ഭാഷമാർ ദുഃഖിക്കരുത്, ശ്രേയത്തോടെ. സെൻട്രപ്പച്ചൻ്റെ അടുത്ത് ഞങ്ങൾ നുണ പറയുന്ന പോലെ അപ്പനോട് നുണ പറയുമായിരുന്നു യോസഫ്. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോഴേ അവന് നല്ല നിലയങ്കി കിട്ടി. പിന്നെ റാന്നിയിൽ അങ്ങാണ്ട് ഉപവാസത്തിന് പോയി ദർശനവും കിട്ടി. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ്റെ ചേട്ടന്മാരെല്ലാം കൂടെ 70 ഏക്കറിൽ പോയി ആട്ടിനെ മേയ്ക്കാൻ. ചിറ്റാറിൽ നിന്ന് ആര് പോയി? യോസഫ് പെട്ടിയാട്ടുകയായി പോയി. അവിടെ ചെന്നപ്പം ചേട്ടന്മാർ പറഞ്ഞു, ഞങ്ങൾ പറയുന്ന പോലെ ഈ ട്രാൻസ്ഫറിൽ ഒതുക്കണം. സന്തോഷമില്ലല്ലോ, സ്വോത്രം. യവനെ ഒതുക്കണം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ക്ലിയറായിട്ട് കേട്ടോണം. 1 അവനെ പൊട്ടക്കിണറ്റ്, 2 അവനെ അടിമച്ചന്ത, 3 പൊത്തിപേറിന്റെ ഭവനം, 4 കാരാഗ്രഹം, 5 അവൻ നിലവിളിക്കുന്നു. അവൻ ആരായെന്നറിയാമോ? മിസ്രയീമിന്റെ ഉപപ്രധാനമന്ത്രിയായി. മനസ്സിലാകുന്നവർക്കായി. അവൻ അരിയും പലവ്ഞനവും മേടിക്കാൻ വന്ന്, എല്ലാവരും കേൾക്കണം ബൈബിൾ ചരിത്രവും. അരിയും പലവ്ഞനവും മേടിക്കാൻ വന്ന് സ്വന്തം ചേട്ടന്മാർക്ക് അരിയും പലവ്ഞനവും മാത്രമല്ല, ഇസ്രയേലിന്റെ മണ്ണിൽ മിസ്രയീമിന്റെ രഥമിറങ്ങി അപ്പനെയും തൻ്റെ സഹോദരങ്ങളെയും അമ്മാമ്മമാരെയും കൊണ്ടുവരാൻ. അതുപോലെ ഒരു കാര്യം ഇന്ന് രാത്രി പറയും, കർത്താവിന്റെ വരവ്. അവരവിടെ മിസ്രയീമിനകത്തായി. ഈ ജനം വലിയ ജനമായി. അപ്പോൾ ഏറ്റവും നിർണായകമായി യോസഫിന്റെ തലമുറകൾ അല്ലെങ്കിൽ യാക്കോബിന്റെ തലമുറകൾ ആരായി? ഏറ്റവും നിർണായകമായി. ഒരു കാര്യം പറയാൻ മറന്നുപോയി, മനസ്സിലാക്കണം. എന്താ സംഭവിച്ചതെന്നറിയോ? യാക്കോബ് ഒരു കാര്യം വിട്ടുപോയി, എൻ്റെ പെൺഡ്രൈവ്. യാക്കോബും ഏശാവും ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. എന്താ സംഭവിച്ചതെന്നറിയാമോ? യാക്കോബും ഏശാവും വീട്ടിനകത്ത് നമ്പർ 1 ഏശാവിനെ പറ്റിക്കാൻ ഒരു കാര്യം ചെയ്തു. ചൂടുള്ള സമയത്ത് ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തതെന്നറിയാമോ? ഏശാവ് വനവേട്ടയ്ക്ക് പോയി. യാക്കോബ് നല്ല പയർപായസവും ശവനപ്പും വെച്ചു. 1 അവന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. 2 അപ്പന് കണ്ണുമങ്ങി. അമ്മ പറഞ്ഞു, അപ്പന്റെ അവകാശം മേടിക്കണം. അപ്പം ഏശാവിനോട് അപ്പൻ പറഞ്ഞു, മോനെ നീ എവിടെങ്കിലും പോയി ഗവിയിലെങ്ങാനും പോയി വല്ല മ്ലാവറച്ചി അങ്ങാണ്ട് കൊണ്ടുവരാൻ. ഇത് മമ്മി കേട്ട് യാക്കോബിന്റെ ചെവി പറഞ്ഞു, മോനെ അവൻ ഗവി പോയിരിക്കുക വെടിവെക്കാൻ. ഇപ്പൊ മമ്മിയോട് ചോദിച്ചു എന്താ പരിഹാരം? മമ്മി പറഞ്ഞു, കൂട്ടിനകത്ത് നല്ല മൃഗമുണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. കട്ട് ചെയ്തു. നല്ല എല്ലാം കൂടെ എസൻസ് എല്ലാം കൂടെ ഇട്ട് നല്ല കാര്യം ചെയ്തു. അപ്പന് കൊടുത്തു. പാവപ്പെട്ട അപ്പൻ ചോദിച്ചു, മോനെ നീ എൻ്റെ ആദ്യജാതനായ ഏശാവോ? ആദ്യം കള്ളം പറഞ്ഞ ഏശാവ്. 2
നിനക്കിത് എവിടുന്ന് കിട്ടി? അവിടെയും രണ്ടാമത്തെ കള്ളം. യഹോവ തന്നു. അപ്പം നല്ലോണം കഴിച്ചു, എന്നിട്ട് തലേ കൈവച്ച് അനുഗ്രഹിച്ചു. തിരിച്ചു വന്നപ്പോൾ മമ്മി പറഞ്ഞു ഇവിടെ വന്നാൽ രക്ഷയില്ല. അവൻ എവിടത്തേക്ക് പോയെന്നറിയാമോ? ഒരു കാര്യം മമ്മി പറഞ്ഞു, ലാബാന്റെ വീട്ടിൽ പോകാൻ. ഇത് ഒരു പ്രസംഗത്തിന്റെ ഭാഗം. അവൻ വീട്ടിൽ നിന്ന് ഒരു തുരുത്തി വെള്ളവും വടിയായിട്ടിറങ്ങി പകല് മുഴുവൻ എത്തി. അവസാനം ലൂസിന്റെ പട്ടണത്തിലെത്തി. എങ്ങോട്ട് അവന് പോകാൻ അറിയത്തില്ല. അവനൊരു കല്ല് തലയണയായി വെച്ച് കരയാൻ തുടങ്ങി. തിരിച്ചു പോയാൽ ഏശാവിന്റെ വാൾ ലാബാന്റെ വീടറിയത്തില്ല. ഇന്ന് രാത്രി മക്കളെ, ആ തലയണയായ കല്ലിനകത്ത് കണ്ണുനീരിറങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ കോപണി അവന് വേണ്ടി ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ഇവിടെ വചനം കേൾക്കുന്ന സഹോദര സഹോദരി, എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കാൻ ആരും കാണത്തില്ല. അമ്മാമേ, എന്ന് നമ്മുടെ പഴയ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങി വരുമോ, അന്ന് സ്വർഗത്തിന്റെ കോപണി നമുക്ക് വേണ്ടി ഇറങ്ങി വരും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അപ്പൊ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ സ്വർഗത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞു? ഞങ്ങളുടെ കണക്ക് വീടും കാറും PC-നാക്കല്ല, ഈ യാത്രയിൽ കൂടെ ഇരിക്കണം, എനിക്ക് കഴിപ്പാനും കുടിപ്പാനും തരണം. അവസാനത്തെ ഒരാഗ്രഹം കൂടെ പറഞ്ഞ് അപ്പൻ്റെ വീട്ടിൽ മടക്കി വരണം. ചെല്ലത് അവിടെ ലാബാന്റെ വീട്ടിൽ. ദൈവ സാന്നിധ്യം ഇറങ്ങി അഭിഷേകത്തിൽ ആരാധിക്കുന്നവനെ കണ്ടിട്ട് ലാബാന് നല്ല സന്തോഷം. തമിഴുകാരുടെ ഭാഷ അയ്യാ ഒക്കാറുങ്ക തീയ സാപ്പിണുങ്ക. ലാബാൻ പറഞ്ഞു 7 വർഷം നെല്ല് നല്ല റാഖേലിനെ തരാം, എന്നിട്ട് നിനക്ക് ആടുമാടുകളും തരാം. ബാക്കി കേട്ടാട്ടെ. 7 വർഷം റാഖേലിന്റെ ഫോട്ടോ ആയിട്ട് ഇവ ആടുമാടുകളെല്ലാം വെച്ച് 7-ാം വർഷം കല്യാണം. എൻ്റെ കല്യാണം എന്താണെന്നറിയാവും? രാത്രിയിലായിരുന്നു വിവാഹം. രാവിലെ നോക്കിയപ്പം റാഖേലല്ല, ഇരിക്കുന്ന കണ്ണ് മങ്ങിയ ലേയ. സന്തോഷമില്ലല്ലോ. കൊടുത്താൽ കൊല്ലത്തല്ല, ബാംഗ്ലൂരിലും കിട്ടും. മനസ്സിലാക്കുന്നവർക്കായി കണ്ണ് മങ്ങിയ അപ്പനെ പറ്റിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആരാ? യാക്കോബ് ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhil എടുത്തോളായിരുന്നു. ലാബാൻ കുസാറ്റിൽ നിന്ന് PhD എടുത്തേ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവനെ റെഡിയാക്കി കൊടുത്ത് ബാക്കിയൂടെ കേട്ടാട്ട് വഴക്കുണ്ടാക്കി. പിന്നെ അടുത്ത കിട്ടി റാഖേൽ, ബിൽഗ, ശില്പ. 20 വർഷം പോയി. ഇപ്പൊ നമ്മുടെ ലാബാന്റെ കുഞ്ഞുങ്ങൾ എവിടെ പോയെന്നറിയാമോ? UK-ലും അയർലൻഡിലും ഒക്കെ പഠിക്കാൻ പോയി. മക്കൾ വന്ന് തന്നെത്തോട് നോക്കിയപ്പോ എസ്റ്റേറ്റ് ആരുടെ പേര്? ചതിയൻ യാക്കോബിന്റെ പേര്. പുരയുടെ ആരുടെ പേര്? തണ്ടപ്പേര് തിരുത്തി യാക്കോബിന്റെ പേര്. മനസ്സിലാകുന്നവർക്കായി കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൊച്ചു പിച്ചാത്തി കാണിച്ചു. ലാബാനും മുഖത്ത് സന്തോഷമില്ല. ലാബാൻ രോമം കത്തിരിക്കാൻ പോയി. കുഞ്ഞുങ്ങൾ എവിടാണ്ട് ഊട്ടിയിലും കൊടൈക്കനാലിലും പോയി. 2 ഇനോവ എടുത്തിട്ട് ആര് പറഞ്ഞു? യാക്കോബ് പറഞ്ഞു, മക്കളെ വണ്ടി കയറി യാത്രയാകാം. വന്നിറങ്ങിയ ഒരു സ്ഥലമുണ്ട്, യാബോക്ക് കടവ്. യാബോക്ക് കടവ് വന്നപ്പോൾ അവിടെയോ ഭയങ്കര തട്ടിപ്പിന്റെ വീരന. ആരാണ്ട് പറഞ്ഞ് ഏശാവ് വരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്ത് ലേയെ മുമ്പിൽ നിർത്തി റാഖേലിനെ കാവ്യമാധവനെ കെട്ടിപ്പിടിക്കുന്ന അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കുത്ത് കിട്ടുന്ന ലേയ പോട്ട് റാഖേൽ എൻ്റെ കൂടെ വെക്കട്ടെന്ന് പച്ച മലയാളം. വചനം വായിച്ച മണിക്കൂർ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ആള് കുറഞ്ഞ സ്ഥലം, അക്കരെ കടക്കണമെങ്കിൽ പാടാം. സായം സന്ധ്യയിൽ ഒരു ദൂതൻ അവൻ അവിടേക്ക് വന്നു. യാക്കോബ് മൽപ്പിടുത്തം നടത്തി. യാക്കോബ് ഉഷസാകുന്നവരെ മൽപ്പിടിച്ചു. യാക്കോബ് ഒരു കാര്യം പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല. സന്ധ്യയായപ്പോൾ ദൂതൻ പറഞ്ഞു, മക്കളെ നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, എൻ്റെ അപ്പനിട്ട പേര് യാക്കോബ്. ഉടനെ ദൂതൻ പറഞ്ഞു, ഇവിടെ ഇസ്രായേൽ, നിന്റെ പേര് യാക്കോബ് എന്നല്ല. ഉൽപ്പത്തി 32:27 നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ചത് കൊണ്ട് നിന്റെ പേര് ഇസ്രായേൽ. കഥയാട്ടോ അറിയാതെ കുറെ എണ്ണം ഇസ്രായേൽ എന്തുവാ യഹൂദൻ എന്തുവാന്ന് അറിയത്തില്ല. ഉൽപ്പത്തി 32:27 യാക്കോബിന്റെ പേര് മാറിയതാ. ആരാന്നറിയാമോ? ഇന്നത്തെ ഇസ്രായേൽ. ബാക്കിയൂടെ പറഞ്ഞു തരാം. സ്വോത്രം. അതിനുശേഷമാ അവന്റെ സന്തതി യോസഫ്. ഞാൻ പറഞ്ഞതുപോലെ അവൻ എവിടാ? ഇന്നും ഇസ്രായേലിനകത്ത് അപ്പനെ എതിരേൽക്കാൻ രഥങ്ങൾ വന്നു. അതിനുശേഷം ഇസ്രായേൽ ജനം ഇസ്രായേലിനായി ഫറവോന് പിടികിട്ടി ഒരുത്തൻ 10 എണ്ണത്തിന് തട്ടുവന്നു. അന്നാ കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള കൽപ്പന തുടങ്ങിയത്. ആ സമയത്ത് പഴയ നിയമത്തിന്റെ വിമോചകനായ മോശ. മനസ്സിലാകുന്നവർക്കായി. അതിനുശേഷം എന്താ? ഇസ്രായേൽ പാളയത്തിനകത്ത് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, ആഴമേറിയ ചെങ്കടൽ കടന്നു. അവർ ഒരു സൈന്യമായി തീർന്നു. പക്ഷെ മോശ എവിടെ ചെന്നില്ല? അക്കരെ നാട്ടിലെത്തിയില്ല. കാര്യം എന്താണെന്നറിയാമോ? വാഗ്ദത്ത കനാൻ. ചെങ്കടൽ കടന്നപ്പോൾ പിറുപിറുത്തപ്പോൾ സ്വർഗം അവനോട് പറഞ്ഞത് പാറയോട് കൽപ്പിക്കാനാ. ആ പാറയെ വടിയെടുത്ത് അടിച്ചു കൊടുത്തു. ആ പാറ ക്രിസ്തു. ആ ആത്മീയ പാറ നമ്മെ വഴി നടത്തി. മോശെ ദൈവം കാണിച്ചു. നെഗോ മരുഭൂമി കൊണ്ടുവന്ന് വാഗ്ദത്ത കനാൻ കാണിച്ചു. അതിനുശേഷം ലീഡർഷിപ്പ് ആരുടെ കയ്യിലായി? യോശുവയുടെ കയ്യിലായി. യോശുവയും കാലേബും മുന്തിരിക്കല വെട്ടിക്കൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത ഇസ്രായേലിനകത്ത് വന്ന ഒരു ജനമായി. ജനം മുമ്പോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു, ഒരു രാജാവിനെ വേണം. ഒന്നാമതൊരുവൻ രാജാവായി. കഴുതെ അന്വേഷിച്ചു പോയ ശൗലിനെ ദൈവം ഇസ്രായേലിന്റെ രാജാവാക്കി 40
വർഷം. രണ്ടാമത് ദൈവം ഒരുവനെ രാജാവാക്കി. കാട്ടിനകത്ത് കരമടിച്ച ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവാക്കി 40 വർഷം. ദാവീദിന് ശേഷം ഒരുവൻ വന്നു, അവന്റെ പേരാ ശലോമോൻ. അവൻ 40 വർഷം ഭരിച്ചു. അതിനുശേഷം ശലോമോന്റെ സന്തതിയായി ഒരുവൻ ഇസ്രായേലിന്റെ രാജാവായി. ബൈബിളും ചരിത്രവും. അവന്റെ പേരാ രഹബയാം. മനസ്സിലാകുന്നവർക്കായി ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ വെട്ടിമുറിക്കപ്പെട്ടു. ലൈവ് കേൾക്കുന്നവർ കേൾക്കട്ടെ, ഞാൻ ജെറുസലേമിലേക്കാ പോകുന്നത്. ഇസ്രായേലിന്റെ തലസ്ഥാനമായി ഒന്ന് വന്നു. അതിന്റെ ഇസ്രായേൽ രണ്ടായി വെട്ടിപ്പറിച്ചു. ഒന്ന് ഇസ്രായേൽ, രണ്ട് യഹൂദിയ. ഇസ്രായേലിന്റെ തലസ്ഥാനമായി ഒന്ന് വന്ന് ശമരിയ, യഹൂദിയുടെ തലസ്ഥാനം ജെറുസലേം. കരമുയർത്തുന്നവർക്കായി എൻ്റെ ദൈവമക്കളെ, ഈ പ്രസംഗമൊക്കെ നിങ്ങൾ നാട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. ഈ അടി തീരാൻ പോകുന്ന ഗാസയിലൊന്നുമല്ല, ജെറുസലേമിലേക്ക്. മനസ്സിലാകുന്നവർക്ക് ജനം പാർത്തുകൊണ്ടിരുന്നപ്പോഴാ അക്കാലത്ത് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. എല്ലാവരും കേട്ടാട്ട്. യഹൂദൻ പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവർ ചിതറി. 1914 മുതൽ 19 വരെ 1-ാം ലോകമഹായുദ്ധം. തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഡോക്ടർ ചിയാം വൈസ്മാൻ യഹൂദൻ ആറ്റം ബോംബല്ല ആദ്യത്തെ ഗ്രനേഡ് ഉണ്ടാക്കി. ബ്രിട്ടന്റെ ചക്രവർത്തിയായിരുന്ന ആർതർ ബാൽഫോർഡ്. അത് കഴിഞ്ഞിട്ട് ഡേവിഡ് ലോയൻ ജോർജ് തുർക്കിയോട് പറഞ്ഞിട്ട് ആദ്യമായിട്ട് യഹൂദന് മടങ്ങി വരുവാൻ കൃപ കൊടുത്തു. അതിന്റെ പേര് അത്തിച്ചെടി കുഴിച്ചു വെച്ചു. 1917 നവംബർ 11 രാത്രി 11 സെക്കൻഡ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റാന്നിയുടെ ഇന്നത്തെ MLA രാജു അബ്രഹാം സാർ, എൻ്റെ സീനിയർ, ഞങ്ങളെല്ലാം പഠിച്ചിറങ്ങിയ കാലത്ത് ഞങ്ങൾ പഠിച്ച ചരിത്രമായി ഈ കാര്യം ഇന്ന് രാത്രി പ്രസംഗിച്ചത്. ചോദിച്ചാൽ മതി, അവരെല്ലാം അക്കമിട്ട് പഠിച്ചതാ കേരള യൂണിവേഴ്സിറ്റിക്കകത്ത്. 1917 നവംബർ 11 രാത്രി 11 സെക്കൻഡ്. അവർക്ക് രാജ്യം കിട്ടിയില്ല. 1939 മുതൽ 45 2-ാം ലോകമഹായുദ്ധം. ചിക്കാഗോ യൂണിവേഴ്സിറ്റി, അച്ഛനറിയ അവിടെ ഒരു ശാസ്ത്രജ്ഞൻ ചിക്കോ ഫെർമി, അവൻ ആദ്യമായിട്ട് ആറ്റമായുധമുണ്ടാക്കി. അന്നത്തെ 2 കക്ഷികൾ അമേരിക്കയും ജപ്പാനും. എന്ത് സംഭവിച്ചെന്നറിയാമോ? ജപ്പാന്റെ മണ്ണിൽ ഹിരോഷിമയിൽ നാഗസാക്കിയിൽ മാറ്റം വർദ്ധിച്ചു. ജപ്പാൻ പരാജയപ്പെട്ടു. അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റായി ലൈവ് കാണുന്ന അമേരിക്കക്കാർ ഹാരി എസ് ട്രൂമാൻ. അമേരിക്ക വിജയിച്ചു. ഹാരി എസ് ട്രൂമാൻ ചിക്കോ ഫെർമിയോട് ചോദിച്ച, കുഞ്ഞെ എന്ത് വരണം? എന്നെ പോലുള്ളവരാന്നേ പറഞ്ഞാൽ ഭാഷ ഒരു ഇന്നോവ വേണമെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. പറ്റുമെങ്കിൽ പറയണം USA ഒരു പൈസ. അതൊന്നും ടിക്കോ ഫെർമി പറഞ്ഞില്ല. സാറ്, ഞങ്ങൾ ലോകത്തിൻ്റെ വൻകരകളിൽ കിടക്കുക, ഞങ്ങൾക്കൊരു രാജ്യമില്ല, തരണം. അപ്പം ഹാരി എസ് ട്രൂമാൻ അവരോട് ചോദിച്ചു, എവിടെ വേണം? കാനഡ വേണോ? വേണ്ട. ഉടനെ ചോദിച്ചു, ഗൾഫ് വേണോ? വേണ്ട. മണിപ്പൂർ വേണോ? വേണ്ട. ഇംഫാൽ വേണോ? വേണ്ട. യഹൂദന്മാർ ഒറ്റയ്ക്ക് പറഞ്ഞു, ഞങ്ങളുടെ പൂർവ്വ പിതാവായ അബ്രഹാം കുറ്റിയടിച്ചൊരു സ്ഥലമുണ്ട്, അതിൻ്റെ പേരാ കനാൻ ദേശം. മനസ്സിലാകുന്നവർക്കായി ക്ലിയർ ആയിക്കോണം. ഇതിനാ അടി വരാൻ പോകുന്നത്. അതുകൊണ്ടായി പ്രസംഗം. 1948 ഇനി ഇവിടെ എവിടെങ്കിലും വരുമ്പോൾ രക്തചന്ദ്രനും ഇസ്രായേലും പ്രസംഗിക്കാം. 1948 ഏപ്രിൽ 14 പെസഹാവ്യാണ്. ആകാശത്തിനകത്ത് രക്തചന്ദ്രൻ. 1948 മെയ് 14-ാം തീയതി ഡേവിഡ് ബെൻഗൂറിയോൻ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ 6 കാലുള്ള നക്ഷത്രത്തെ ഉയർത്തിക്കൊണ്ടൊരു ഹാം റേഡിയോട് ലോകത്തോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു. അത്തി തളർത്തു കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി കാന്തന്റെ വരവ്, യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ. ബാക്കിയൂടെ ചരിത്രം എഴുതിക്കോ, ബൈബിളും സയൻസും. 22,000 കിലോമീറ്റർ ഇസ്രായേൽ. ഇന്ന് 94 ലക്ഷം പേർ. 7 ഡിസ്ട്രിക്ട്. 1 ടെല്ലവീവ്, 2 ജെറുസലേം, 3 ഹൈഫ, 4 അഷ്കലോൻ, 5 അസ്തോദ്, 6 ഡിമോന, 7 ഏറ്റവും നിർണായകമായ ഒരു സ്ഥലമുണ്ട് ബേർഷബ. 7 ഡിസ്ട്രിക്റ്റാണ് ഇസ്രായേൽ. പറഞ്ഞുതരാം, ഇതെല്ലാം നോട്ട് ചെയ്യണം. അവിടെ വരെ പോകണ്ട, ടിക്കറ്റും എടുക്കേണ്ട, ഇതെല്ലാം കേട്ടാൽ മതി. അതിൻ്റെ തൊട്ടടുത്ത് പലസ്തീന് കൊടുത്ത് 6750 കിലോമീറ്റർ. അതാ ഇന്നത്തെ വെസ്റ്റ് ബാങ്ക്, റമല്ല്. അവിടെയാ നസ്രത്തും ഗലീല്. ഈ പലസ്തീൻ അത് കൊടുത്തപ്പോൾ ഞാൻ ഒരു മതത്തെയും വിമർശിക്കത്തില്ല, എല്ലാവരും കേൾക്കണം. പലസ്തീൻ അന്ന് UN കൊടുത്തു. UN പറഞ്ഞു, നിങ്ങൾക്കൊരു രാഷ്ട്രം തരാം, നിങ്ങൾക്കൊരു എയർപോർട്ട് തരാം, നിങ്ങൾക്കൊരു നേതാവിനെ തരാം. അവർ പറഞ്ഞു, വേണ്ട, ഇസ്രയേലിന് കൊടുത്തതുകൂടെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്ക് പലസ്തീൻ രാഷ്ട്രം. അന്നേ പ്രശ്നമായി. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഗാസ, മെഡിറ്ററേനിയൻ ഷിപ്പിനകത്ത് 271 കിലോമീറ്റർ കിടക്കുന്ന ഒരു ദ്വീപ ഗാസ. ഗാസയുടെ പ്രത്യേകത 4 ഭാഗങ്ങൾ ഗാസ. 1 സഖർ, 2 എക്രോൻ, 3 റാഫ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇതിന്റെ ഒരു ഭാഗം, ഗാസയുടെ ഒരു ഭാഗമാണ് ഖാൻ യൂനിസ്. ഇപ്പോഴും എൻ്റെ ചരിത്രം പഠിച്ചത് ഇപ്പോഴും എൻ്റെ തലയിരിക്കുന്നു. ഖാൻ യൂനിസ്, റാഫ, എക്രോൻ, ഇതൊക്കെയാ സഖർ. ഈ 4 പട്ടണങ്ങളാണ്. 271 കിലോമീറ്റർ, 23 ലക്ഷം അഭയാർത്ഥികൾ. ഇതിന്റെ നടുവിൽ ഒരു സ്ഥലമുണ്ട്, 671 കിലോമീറ്റർ. അതിന്റെ പേരാ കിഴക്കൻ ജെറുസലേം. ഇതിനു വേണ്ടിയ അന്തിമ യുദ്ധം വരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം,
ഇസ്രയേലിന്റെ ഒരു പാഠപുസ്തകമുണ്ട്. അവർ 7ാം ക്ലാസ്സിൽ 3ാമത്തെ ചാപ്റ്ററിനകത്ത് ആദിമകാലത്ത് ഡേവിഡ് ബെൻഗൂറിയോ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇസ്രയേൽ പാർലമെന്റിൽ പറഞ്ഞു, എല്ലാ രാജ്യങ്ങളും നമ്മളെ എതിർത്തപ്പോൾ, ഇന്ത്യ മഹാരാജ്യത്തിൽ യഹൂദൻ വന്നപ്പോൾ, കൊച്ചി മട്ടാഞ്ചേരി മുതൽ മണിപ്പൂരും ആസാമ് അരുണാചൽ പ്രദേശ് വരെ നടന്നു, ഒരു സ്ഥലത്തും നമ്മളെ അവർ ആക്രമിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ തലമുറകൾ അറിയണം, ഇന്ത്യ നമ്മുടെ പോറ്റമ്മ. മനസ്സിലാകുന്നവർക്കായി ഇതെല്ലാം നാട്ടുകാർ കേൾക്കണം, ഈ പോസ്റ്റ് ഇടുന്നവന്മാർ കേട്ടാട്ടെ. ഇസ്രയേലിലെ 7ാം ക്ലാസ്സിനകത്ത് 3ാമത്തെ ഹിബ്രുവിനകത്ത് കിടക്കുന്ന ഇന്ത്യയെ പറ്റിയുള്ള ചരിത്രം 48 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോ അവിടെ പിള്ളേർക്ക് സിലബസ് കൊടുത്തു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ 77 വർഷമായി. നമ്മുടെ പഴയ 1ാം ക്ലാസ്സിലെ കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടിയൊക്കെ എവിടെ പോയി? മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. 77 കൊല്ലമായിട്ട് അവൻ വന്ന വഴി ഇതുവരെ മറന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ചൈനക്കാർ ഇസ്രയേലിനെ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നപ്പോൾ ഒരൊറ്റ നമ്മുടെ കൂടെ ചായ കുടിക്കുന്ന ഒരുത്തനും വേണ്ടിയില്ല. ഇസ്രയേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇന്ത്യയെ ആക്രമിക്കുന്നത് ഞങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യം. അതുകൊണ്ട് ഇന്ത്യയിലെ ഗുണമല്ല. നാട്ടുകാർ കേൾക്കട്ടെ. അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, പാസ്റ്ററെ, നിന്നെ അനുഗ്രഹിക്കുന്നവന് ഞാൻ അനുഗ്രഹിക്കും. അബ്രഹാമിന്റെ തലമുറക്ക് വെള്ളവും കട്ടൻ ചായം കൊടുത്തതിന്റെ അനുഗ്രഹം ഇത് വീഴാതിരിക്കുന്ന സ്വോത്രം. എത്ര ക്ലിയറായി രാഷ്ട്രീയക്കാരും കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. സ്വോത്രം. അന്ത്യകാലമായി. അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം 49, എല്ലാവരും കേൾക്കണം, ബൈബിളും ചരിത്രവും. 49 യുണൈറ്റഡ് നേഷൻസിനകത്ത് 3 ലക്ഷം പേര് ഒരു കൊച്ചു രാജ്യം കമ്മിറ്റിയിൽ കൊടുത്തു. അപ്പൊ അമേരിക്ക പറഞ്ഞു, അവനെ കേറ്റരുത്, അവൻ കുഴപ്പക്കാരനെ കുറച്ച് ദിവസം നിൽക്കാൻ. ദൈവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അന്ന് UN-നകത്ത് 5 പേരുണ്ട്. ഒന്ന് റഷ്യയുണ്ട്, ഒന്ന് ചൈനയുണ്ട്, അടുത്ത ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, അമേരിക്ക തള്ളിയപ്പോൾ റഷ്യക്കാരൻ പറഞ്ഞോലെ, ഞങ്ങളുടെ കൂടെ അവന് നിൽക്കട്ടെ, കരമുയർത്തുന്നവർക്കായി. അന്നൊരു കൊച്ചു രാഷ്ട്രം UN-നകത്ത് കയറി, യഹൂദ രാഷ്ട്രം. എന്നേരം ജെറുസലേം ആരുകയില്ല, അറബികൾ, പലസ്തീൻ അതോറിറ്റി, ജോർദാൻ. 1967 അറബ് ഇസ്രയേൽ വാർ. ഇവിടെ തൊട്ടാ പ്രസംഗം തുടങ്ങാൻ പോകുന്നത്. ഇനി കുഞ്ഞ് വായിച്ചു തരും. 1967 അറബ് ഇസ്രയേൽ വാർ. 6 ദിന യുദ്ധം. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. ഇസ്രയേലിന്റെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് ഈജിപ്തിലെ നാസർ പറഞ്ഞു. 6 രാഷ്ട്രങ്ങൾ അവരെ കൂടുണ്ട്. 1 ഇറാഖ്, 2 സിറിയ, 3 സൗദി അറേബ്യ, 4 ലബനോൻ, 5 ജോർദാൻ, 6 ഈജിപ്റ്റ്. ഇത് 6 രാജ്യങ്ങൾ ഇസ്രയേലിനെ തകർക്കാൻ. ഇതുപോലൊരു ജൂൺ മാസമാണ്. എല്ലാവരും കേൾക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, യുദ്ധത്തിൽ ഇപ്പൊ ഇസ്രയേലിന്റെ ദൈവം കൈവിടത്തില്ല. ഈജിപ്തിന്റെ എയർപോർട്ടിൽ 300 വിമാനമാണ്, 2.5 ലക്ഷം പട്ടാളക്കാർ. ഇസ്രയേലിനകത്ത് 40,000 പട്ടാളക്കാർ, എയർഫോഴ്സിന്റെ 6 വിമാനം. അവരുടെ കൂട്ടത്തിൽ ഒരുവൻ ഉണ്ടായിരുന്നു. അവന്റെ ഇസ്രയേലിന്റെ കമാൻഡറുടെ പേര് ഒറ്റക്കണ്ണൻ, മോശിദാൻ. അപ്പം അവര് ഈജിപ്തിൽ നിന്ന് പറഞ്ഞ് 24 മണിക്കൂർ കൊണ്ട് ഇസ്രയേൽ തകരും. എല്ലാവരും കേൾക്കണം, ഇത് വാഗ്ദത്ത ജനമാ. ഇസ്രയേൽ തകരുമെന്ന് പറഞ്ഞപ്പോൾ 1967 സയോണിസ്റ്റായി മോശിദാൻ മുട്ടുമടക്കി. കമാൻഡർമാരെല്ലാം പറഞ്ഞു, സാറേ, നാളെ രാവിലെ ഇസ്രയേൽ ഭൂമിയിൽ കാണത്തില്ല. അദ്ദേഹം മുട്ടുമടക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ്, അവരുടെ വിമാനം 300 ഉണ്ടെങ്കിലും, അവർക്ക് 2.5 ലക്ഷം പേരുണ്ടെങ്കിലും, അവരിലില്ലാത്ത ഒരുവൻ നമ്മുടെ പാളയത്തിനകത്തുണ്ട്. കരമുയർത്തുന്നവർക്കായി അദ്ദേഹം പറഞ്ഞതാ, പറവോന്റെ അടിമത്തത്തിൽ നിന്ന് 30 ലക്ഷം ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ യഹോവയുണ്ടെങ്കിൽ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ കരത്താൽ നമ്മളെ വിടുവിക്കുന്ന ദൈവം. ഇന്നത്തെ രാഷ്ട്രീയക്കാരും ഏഷ്യാനെറ്റുകാരനും മനോരമക്കാരനും ഇവിടുത്തെ ചാനലുകാരും കാണണം ഇസ്രയേലിന്റെ ചരിത്രം. അന്നൊരു സംഭവം നടന്നു. പ്രാർത്ഥന കേൾക്കുന്നവൻ അമ്മാമേ ദൈവം. 3:30 മണിക്ക് അവൻ എഴുന്നേറ്റ് മുട്ടുമടക്കി. പഴയ ഇസ്രയേലിന്റെ തോറ. അവൻ കരഞ്ഞപ്പോൾ 6 പട്ടാളക്കാരെ വിളിച്ചു, കമാൻഡർമാര്. ഇന്ന് സയൻസ് കേട്ടോ, 150 അടിയിൽ ഉയരുമ്പോഴാ ക്യാമറയ്ക്കകത്ത് ഈ വിമാനത്തിന്റെ ഇത് കാണുന്നത്. 6 പേർ 6 വിമാനമായിട്ട് പോയി. അവരോട് മോശിദാൻ പറഞ്ഞു, ഒന്നീ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാം, പക്ഷേ വിമാനം തകരാം. പക്ഷെ നിങ്ങളുടെ ജീവൻ പോയാൽ നിങ്ങൾ അറ്റാക്ക് നടത്തണം രാജ്യത്തിന് വേണ്ടി. അവർ തനാക്കും തോറബായി. അന്നത്തെ കാലത്ത് ഇസ്രയേലിന്റെ പഴയ നിയമം എടുത്തിട്ട് അവർ 6 പേര് 3:30 4 മണി ഇറാനിൽ പഠിച്ച അതേ സമയമാണ്. 4 മണിക്ക് 6 വിമാനം. ഈജിപ്തിന്റെ പട്ടാളക്കാരെല്ലാം കിടന്നുറങ്ങുക. വിമാനമെല്ലാം ലാൻഡ് ചെയ്തിരിക്കുക. 6 വിമാനങ്ങൾ ഈജിപ്തിന്റെ എയർപോർട്ടിനകത്ത് ചെന്നു. 300-ൽ പരം വിമാനങ്ങളെ അറ്റാക്ക് ചെയ്തു. അവരുടെ വ്യോമസേന തകർന്നു. ആ സമയത്ത് ഗോലാൻ കുന്നിൽ 40,000 പട്ടാളക്കാർ നിൽക്കുക. അവരൊറ്റ കയറ്റം കെട്ടി സിറിയയിലോട്ട്. സ്വോത്രം. അതുകൂടെ പിടിച്ചടങ്ങി. അറബ് ലീഗിന്റെ നേതാക്കൾ നിലവിളിച്ചു, UN-നോട് പറഞ്ഞു, എല്ലാ രാജ്യങ്ങളും പിടിക്കും. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അന്ന് കിഴക്കൻ ജെറുസലേം ഇസ്രയേലിന്റെ കയ്യിലായി. 2 പ്രവചനം. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം. ഇനി അടുത്തത് അത് ഭാരമുള്ള കല്ലായി. 2016. ഇനി പ്രവചനത്തിലേക്ക് വരിക. കണ്ടോ, വായാടി ട്രംപ്. മക്കളെ, ഇത് ലൈവ് ക്ലിയർ കൊടുക്കണേ.
ഇത് കണ്ടിട്ടും വല്ലവരും പറയും 2017 8-ാം തീയതി ദാ കിടക്കുന്നു, ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. ടെല്ലവീവായിരുന്നു തലസ്ഥാനം. ഒന്നാമത്തെ കാര്യം, ഭാരമുള്ള കല്ല്. നാളെ രണ്ടാമത്തെ ദാണ്ട് എല്ലാവരും കാണണം, വീട്ടിൽ ചെന്ന് ലൈവ് നോക്കണം. ചൈന കണ്ടാട്ടെ, ലോകം വിട്ടു നിന്നു. ട്രംപിന്റെ മകളുടെ പേരാ ഇവാങ്കലിൻ. ഇവാങ്കലിനെ കെട്ടിയത് ജാറേദ് കുഷൻ റഘൂദനാ. എവന്റെ പാർട്ട്ണറാ ഇന്ത്യയിൽ നിന്ന് 2 മൊബൈലിനെ പിടിച്ച എലോൺ മസ്ക്. അവൻ കാറും തുടങ്ങാൻ പോകുന്നതാ. എലോൺ മസ്ക് കാറ്. ഇതെല്ലാം അന്ത്യകാലം, ആന്റി ക്രൈസ്റ്റ് വരുന്നതിന്റെ വരവാ. ഇതൊന്നും ആരും പറയത്തില്ല. അത് കഴിഞ്ഞിട്ട് UN-നകത്ത് അവർ എഴുതി കൊടുത്തു, ഇസ്രയേൽ ജൂതരാഷ്ട്രം. ഇനി ഒറ്റ ഒരുത്തനെ അവനോട് മിണ്ടാൻ പറ്റത്തില്ല. സ്വത്രം. അപ്പൊ സെക്കരിയാവ് പറഞ്ഞ 3 പ്രവചനം നിവർത്തി. 1 ജെറുസലേം, 2 67 പരിഭ്രമപാത്രം. ട്രംപ് വന്നു, ഭാരമുള്ള കല്ലായി ഇതിനെ വെച്ചു. ഇപ്പോൾ നടക്കുന്നത് ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. അതാ 2023 ഒക്ടോബർ 7. ഇനി എവിടെ? ഗാസ, ഇസ്രയേൽ. അടുപ്പിച്ച് വാക്യങ്ങൾ പോകും. ശ്രദ്ധയോടെ ഇരിക്കണം. കണ്ണ് വെക്കുന്ന പോലെ വാക്യം നോട്ട് ചെയ്യണം. പറയാം. ഇന്ന് രാത്രി നിങ്ങൾ കൊല്ലം ജില്ലയുടെ ഒരു ബോർഡറിലേക്കാണ് പത്തനംതിട്ട വരുന്നത്. ഏനാത്ത് കഴിയുമ്പോൾ, കൊളക്കട കഴിയുമ്പോൾ പത്തനംതിട്ട ആരംഭിക്കും. കിളിവയൽ, അതുപോലെ തന്നെ അപ്പുറത്ത് വരുമ്പോൾ വടക്കടത്തുകാവ്, അടൂർ, പത്തനംതിട്ട. അതുപോലെ ഇസ്രയേൽ ഗാസയുടെ ഒരു ബോർഡർ ഉണ്ട്, പുറകെ കുഞ്ഞു വായിക്കും. 4 ജില്ലകൾ, ആഷ്കലോൺ, അഷ്തോദ്, അത് കഴിഞ്ഞ് ബേർഷവ, കിരിയാത് ഘട്ട്. ഇതാ ഇസ്രയേലിന്റെ ഗാസയായിട്ടുള്ള ബോർഡർ. അത് കഴിയുമ്പോൾ ആ ഗാസ 271 കിലോമീറ്റർ. നമ്പർ 1 എക്രോൺ, നമ്പർ 2 സഹർ, നമ്പർ 3 റാഫ, നമ്പർ 4 ഖാൻ യൂനിസ്. ആ ഗാസയിൽ നിന്ന് ഇസ്രയേലിനെതിരെ ആക്രമണം വരും. ഇന്നലെ ഞാൻ പറഞ്ഞു, ഇറാനിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, ഇസ്രയേലിനെ തീർത്ത. അവന്റെ പേരായിരുന്നു ഹാമാൻ. ആ എച്ചിൽ തുടങ്ങുന്ന 3 സംഘടനകൾ ഒരുമിച്ച് ഇസ്രയേലിനെ ആക്രമിക്കും. യമനിലെ ഹൂത്തി, അത് കഴിഞ്ഞിട്ട് ഇറാൻ, ഹിസ്ബുള്ള, ലബനോൻ, അത് കഴിഞ്ഞിട്ട് ഹമാസ്. ഇത് 3 ഇറാന്റെ പ്രോക്സിയ. മലയാളം. ഇതിന്റെ പിൻപിലെല്ലാം കാശ് കൊടുക്കുന്ന ഇറാന്. ആദ്യത്തെ ആക്രമണം ഒക്ടോബർ 7. അതാ 4ാമത്തെ ഇസ്രയേലിനെതിരെയുള്ള ആക്രമണം. ഇനി ബൈബിൾ ഇന്ന് നടക്കുന്ന റൈസിംഗ് ലൈൻ വരെ പോകുമ്പോൾ ഇടവേള തുറക്കാം. കുഞ്ഞു വായിക്കുന്നു. ആമോസ് 1, 6, 7. ഗാസ, ഇസ്രയേൽ. ബൈബിൾ ഉള്ളവരെല്ലാം നോട്ട് ചെയ്യണം. ഇല്ല വീട്ടിൽ ചെന്ന് നിങ്ങൾ നോട്ട് ചെയ്തോണം. കർത്താവിന്റെ വരെ അടുത്തു. ആമോസിന്റെ പ്രവചനം 1, 6, 7 വാക്യം. മോള് വായിച്ചാട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഗസയുടെ 3-4 അതിക്രമം. ഈ ഗാസയാ ശിംശോന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച്. എല്ലാവരും കേട്ടോണം, ബാക്കി നാളെ പറഞ്ഞുതരാം. അങ്ങനെ ഗാസയുടെ 4 ആക്രമണം. സമാധാനത്തെ സ്കൂളിൽ ചിറ്റാറി പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാം. 1ാമത്തെ ഇസ്രയേൽ ഗാസ 2003 1000 പേരെ മരിച്ചോള്. 2 ഇസ്രയേൽ ഗാസ 2007 2000 പേർ. 3 ഇസ്രയേൽ ഗാസ 2013 4000 പേർ. 4ാമത്തെ ആക്രമണം കോവിഡ് കാലത്ത്. അന്ന് പത്രം വായിച്ചവർക്കറിയാം. ഹമാസ് ഇസ്രയേൽ സംഘടനത്തിൽ ഇടുക്കിക്കാരി ഒരു നേഴ്സ് മരിച്ചു. സൗമ്യ സന്തോഷ്. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. 4 കഴിഞ്ഞത് 5. ഇതാ അന്തിമ ദിനം. ഗാസയുടെ 3-ഓ 4-ഓ അതിക്രമ നിമിത്തം. വായിക്കാം മോളെ. അടുത്തത്. അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കുക. ഒക്ടോബർ 7-നകത്ത് ഏകദേശം 2000 പേരെ കൊന്നു. 258 പേരെ കൊണ്ടുപോയി. കുറച്ചു പേരെ വിട്ടു. ഇന്നലെയും ഡെഡ് ബോഡി കൊടുത്തു. ഇനിയും 40-ൽ പരം പേർ ഹമാസിന്റെ കസ്റ്റഡിയിൽ. അതുകൊണ്ട് ഗാസ ഇസ്രയേൽ സംഘടനം അവസാനിക്കാത്തത്. ബൈബിൾ അത്ര ക്ലിയറാ. ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയതാൽ. വായിച്ചോട്ടെ മോളെ, വായിക്കേ. അടുത്ത വാക്യം. ശിക്ഷ മടക്കി കളയുകയില്ല. ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല. അതാ ഇന്നത്തെ ഗാസ, ഇസ്രയേൽ. അടുത്തത്. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. അതതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഒരു ദിവസം മലയാള മനോരമ വന്ന വാർത്ത. ഗാസ തീഗോളം. കരമുയർത്തുന്നവർക്കായി, വാർത്ത വായിച്ചവർക്കായി. എത്ര ബൈബിൾ ക്ലിയറായി. അതിന്റെ അരമനകൾ, അൽ ജസീറ ടെലിവിഷൻ, അത് കഴിഞ്ഞ് പിള്ളാരുടെ സ്കൂളുകൾ, സകലതും ഇസ്രയേൽ തകർത്തു. ഇന്ന് രാത്രി തണ്ണിത്തോടിനോട് ഒരു രാത്രി കൂടെ പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീണു പോകും. എന്നാൽ 2800 കൊല്ലം മുമ്പ് ആട്ടിടയനായ ആമോസ് എഴുതി വെച്ചു, ഗാസ തീഗോളം. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ. ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ. ഇത് ഉയർത്തുന്നവന്റെ തലമുറ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. എല്ലാരും കേട്ടോട്ടെ. സ്തോത്രം. എവിടം വരെയായി? ഗാസ 1ാമത്തെ. 2 ഗാസ ഇസ്രായേൽ സംഘടന. ബൈബിളിലുണ്ടോ? നോട്ട് ചെയ്യണം. ഇത് ചാനലുകാർ പറയുന്ന എല്ലാം ബൈബിളിലുണ്ട്. ഇരമ്യ പ്രവചനം 47 5 6 7. ഓൺ കോൺഫ്ലിക്റ്റ് വിത്ത് ഗാസ ആൻഡ് ഇസ്രയേൽ 2023 ഒക്ടോബർ 7. അത് 2ാമത്തെ വായിച്ചു. മോള് വായിച്ചാട്ടെ. വായിക്കാം. ഗാസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. മലയാളം. തണ്ണിത്തോടിലെ മുടിവെട്ടുകാർ പോയി അവിടെ മുടിവെട്ടിയെന്നല്ല, എല്ലാ ഹമാസിന്റെ ലീഡർമാരെ ഇസ്രയേൽ കൊല്ലും. സന്തോഷമില്ലല്ലോ. ഇസ്മായിൽ ഹനിയ
ആ ഖാലിദ് മിഷേൽ. ഇനി ഹമാസിന് ഒറ്റ ലീഡർമാരും ഇല്ല. ഇറാനിൽ കടന്നവരെ അവന്മാരുടെ മൊസാദ് തീർത്ത് കളഞ്ഞു. ദ ടോപ്പ് മിലിറ്റന്റ് ഓഫ് ഹമാസ് ലീഡേഴ്സ് കിൽഡ് ബൈ ഇസ്രായേൽ. ഗാസയ്ക്ക് കഷണ്ടി. ഇന്നത്തെ ഹമാസിന്റെ മുഴുവനെ അവൻ കൊല്ലും. ഗാസയ്ക്ക് കഷണ്ടി. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ അഷ്കലോൺ മുടിഞ്ഞുപോയി. ഞാൻ അതാ ഏനാത്ത് കുളക്കട പറഞ്ഞ പത്തനംതിട്ടയുടെ ബോർഡർ പോലെ ആദ്യത്തെ ബോർഡർ പോയിന്റ് ആയിരുന്നു അഷ്കലോൺ. അവിടെ അവന്മാര് പച്ചയ്ക്ക് മനുഷ്യനെ കൊന്നു. പാടങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു. ഡ്രോണുകളെല്ലാം ഇറങ്ങി. അടുത്തത് വായിക്കാം. എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും. ഇസ്രായേലേ, എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കാതിരിക്കും. അടുത്ത വാക്ക് മോള് വായിച്ചാൽ. അയ്യോ 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 യഹോവയുടെ വാളേ, യഹോവയുടെ വാളേ, നീ എത്രത്തോളം വിശ്രമിക്കാതെ ഇരിക്കും. നീ എത്രത്തോളം വിശ്രമിക്കാതിരിക്കും. അടുത്തത് നിന്റെ ഉറയിൽ കിടക്കാം. അതുകൊണ്ട് ഇതൊരു അന്തിമ യുദ്ധമാകത്തില്ല. ഇറാനുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ ഒരു രാജ്യത്തെ കൂടെ അവൻ അടിച്ചിട്ട് വാൾ ഉറയിൽ വരും. ഒക്ടോബർ 7 ശേഷം ആരെ അടിച്ചു? 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 സിറിയ, 4 യമൻ, 5 ഇന്നത്തെ ഇറാൻ. 5 ബൈബിളിൽ കൂടെ തെളിയിച്ചു തരും അടിയുണ്ടോ എന്നുള്ളത്. വായിക്കാം. അടുത്തത് ഗാസ ഇസ്രായേൽ. സെക്കരിയ പ്രവചനം 9-ാം അധ്യായം 5-6. ഞാൻ വാക്യം പറയാതെ പോയാൽ അവന്മാർ പിന്നെയും പറയും പോസ്റ്റ് ഇടും എവിടുന്ന് കൊണ്ടുവന്നു. സ്വോത്രം എഴുതുമോളെ വായിച്ചാട്ടെ. സെക്കരിയ 9:5-6 ഗാസ ഇസ്രായേൽ. വായിക്കാൻ മോളെ അടുത്ത വാക്ക് വായിച്ചാട്ടെ. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. ഇസ്രായേൽ 48 മെയ് 14 അവൻ സ്വാതന്ത്ര്യമായിട്ട് ഇസ്രായേൽ വിറച്ച ഒരു സംഭവമാ. ഒക്ടോബർ 7 അഷ്കലോൻ ഭയപ്പെടും. അതുകൊണ്ടല്ലേ സൈറൺ മുഴങ്ങിയപ്പോൾ പെൺകൊച്ചുങ്ങളെല്ലാം ബങ്കറിലേക്ക് ഓടി. ഒക്ടോബർ 7 മനസ്സിലാകുന്നവർക്കായി. അടുത്ത വാക്ക് വായിക്കാം. ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. അതാ 100 വിമാനം ഗസയ്ക്കകത്തിറങ്ങി. നിങ്ങൾ കണ്ടില്ലേ? ബിൽഡിങ്ങുകളെല്ലാം തകർത്തു. ഭൂമിയുടെ അടിയിലെ ബങ്കറുകളെല്ലാം തകർത്ത് കളഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി പലസ്തീന്റെ ഗോത്രമായ ഗസയിലെ ഹമാസ് നിലവിളിക്കുന്ന ഒരു കാലം വരാറായി. അടുത്ത വാക്ക് വൈര്. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. അറബ് ലീഗ് എല്ലാവരും കൂടി അടി നിർത്തണം. ഇസ്രായേൽ പറഞ്ഞു മിണ്ടാതിരുന്നാ നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ആരും ഈ വിഷയത്തിൽ ഇടപെടത്തില്ല. ഇടപെട്ട അവനെയും കൂടി ഇസ്രായേൽ അടിക്കും. ഒരു ചർച്ചയ്ക്കും ഹമാസ് ഇസ്രായേലിന് ആരും മിണ്ടുന്നില്ല. അടുത്ത വാക്ക് വായിക്കാം. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. അതിന്റെ മലയാളം കണ്ടോ? എല്ലാ ഹമാസിന്റെ ലീഡർമാരെ അവർ തീർത്തുകളെ. 3-ാമത്തെ പ്രവചനം. 4-ാമത്തെ പ്രവചനം ഗാസ ഇസ്രായേൽ. സെഫന്യാവിന്റെ പ്രവചനം 2, 4, 5, 6. അമ്മാമ്മ നോട്ട് ചെയ്താട്ടെ. കാനാവിലെ കല്യാണമൊക്കെ എഴുതി പേപ്പർ കളയണ്ട. ഈ പ്രവചനം എഴുതിയിട്ട് നാട്ടുകാരോട് പറ, ഞങ്ങളുടെ ബൈബിളിനകത്ത് ഈ ഗാസ ഇസ്രായേൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാൻ മോളെ. സെഫന്യാവിന്റെ പ്രവചനം 2, 4, 5, 6. വായിച്ചാട്ടെ. വായിക്കാം. ഗസ നിർജ്ജനമാകും. ഇന്ന് ഗാസയിൽ ആളില്ല. നിങ്ങൾ കണ്ടില്ലേ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജനം ഓടുകയാണ് അഭയാർത്ഥികളായി. അതുകൊണ്ട് അമേരിക്ക പറഞ്ഞ നിങ്ങൾക്ക് വേറൊരു സ്ഥലം തരാം. ഗാസ നിർജ്ജനമാകും. പ്രവചനം. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. ഇസ്രായേലിന്റെ ബോർഡർ അഷ്കലോൺ, അഷ്തോദ്, കിര്യാത് ഗട്ട്. അതിന്റെ ഇപ്പുറത്ത് വരുന്നതാ കഴിഞ്ഞ ദിവസം ആശുപത്രി ബോംബ് വീണ ബേർഷബ. അതൊന്നുകൂടെ ടൗണാ. ഈ 3 ആൾക്കാരെ ഇസ്രായേൽ മാറ്റി ഭാഷ തമ്പിച്ചാനും കേട്ടാട്ട്. അവിടെ ഇപ്പൊ ഫാം ഹൗസായി. അതുകൊണ്ട് ഇന്ത്യയിലെ പലരും ഇസ്രായേലിന്റെ പാടത്തിനകത്ത് ജോലി ചെയ്യാൻ കൊണ്ടുവന്ന ഇസ്രായേലിൽ പിടികിട്ട് ഇവിടെ ഇനി ആളെ വെച്ചിട്ട് കാര്യമില്ല. ഡ്രോൺ ഇറങ്ങി വരും. അഷ്കലോൺ, അഷ്തോദ്, അത് കഴിഞ്ഞ് കിര്യാത് ഗട്ട്. 3 സ്ഥലത്ത് നിന്നും ആൾക്കാരെ മാറ്റി, വീടെല്ലാം മാറ്റി അവിടെ ഇസ്രായേലിന്റെ ഫാമാക്കി അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അന്ത്യകാലം ബൈബിൾ പ്രവചനം ഇപ്പൊ നടക്കുന്ന. അടുത്ത വാക്ക് വായിക്കാം. അതാ ഉച്ച സമയത്ത് നിങ്ങൾ കണ്ടില്ലേ? 2000 ഡ്രോണുകളോ ഹമാസിന്റെ ഇസ്രായേലിന്റെ മണ്ണിനകത്ത് ഇറങ്ങി വന്നത്. ഒക്ടോബർ 7 ഗർഭിണിക്ക് പ്രസവ വേദന വരുന്ന പോലെ. 1 അവിടം കൊണ്ട് തീർന്നു. 2-ാമത്തെ കാര്യം ഹമാസിനെ അടിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് ലെബനോൻ. ബൈബിളിനകത്തുണ്ടോ? ഇസ്രായേൽ ലെബനോനെ ആക്രമിക്കും. ചെറുപ്പക്കാരാ എഴുതിക്കോ മോനെ. ഇതെല്ലാം ഒരു തുണ്ട് പേപ്പറിൽ എഴുതിക്കോ. സെക്കരിയ പ്രവചനം 11:1-2 ലെബനോനെ ഇസ്രായേൽ ആക്രമിക്കും. വായിക്കാം. സെക്കരിയ പ്രവചനം 11:1-2. മോള് വായിച്ച സഹായിച്ചട്ടെ. സെക്കരിയ പ്രവചനം 11:1-2 വാക്യം വായിക്കാം. ലെബനോനെ, നിന്റെ ദേവദാരുക്കൾ കണ്ടില്ലേ? ഇസ്രായേലിന്റെ ഫൈറ്ററിൽ അവിടെ തീർന്നില്ലയോ? പണ്ട് കേരളത്തിൽ ഒരു പാട്ടുണ്ടായിരുന്നു. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരെ. സന്തോഷമില്ലല്ലോ. ദേവദാരു ചിറ്റാറിലുമില്ല, തണ്ണിത്തോടിലുമില്ല. ദേവദാരു ഉള്ള സ്ഥലമാണ് ലെബനോൻ. ആ ലെബനോനിലെ സകല വൃക്ഷങ്ങളും സകല കോമ്പുകളും ഇസ്രായേൽ തട്ടിക്കളയും. ലെബനോനെ, നിന്റെ ദേവദാരു മുഴുവൻ തകർന്നു പോകും. ഇസ്രായേലിന്റെ ആക്രമണം. അടുത്തത് വായിരുമോളെ.
വാതിൽ തുറന്നു വെക്കാം. ദാണ്ട അതിനകത്ത് ബങ്കറിനകത്ത് കയറി ലെബനോനിലെ ഹിസ്ബുള്ളയുടെ നേതാവിനെ ഇസ്രായേൽ കൊന്നുകളഞ്ഞു. ക്ലിയറായില്ലയോ? ഹസൻ നസറുള്ള വാതിൽ തുറന്നു വെക്ക. ഡ്രോൺ. അടുത്ത വാക്ക് വായിക്കാം. ദേവദാരു വീണു. ദേവദാരു ലെബനോൻ കത്തിപ്പോയി. അടുത്തത് മഹത്തുക്കൾ നശിച്ചു. ലെബനോനിലെ മിക്കവാറും നേതാക്കളെ ഇസ്രായേൽ കശാപ്പ് ചെയ്തു. സരളവൃക്ഷം ഇന്നും അവിടെ കരച്ചിൽ. വായിക്കാം മോളെ. അടുത്ത വാക്ക്. ഇരിക്കിയാൽ സരളവൃക്ഷമേ സരളവൃക്ഷമേ ഓളിയിടുക. ഓളിയിടുക. ദുർഗമവനം ദുർഘടവനം വീണിരിക്കാൻ കിടക്കുന്ന ലെബനോറിലെ 100 ഏക്കറാ ഇസ്രായേൽ കയ്യിലാക്കിയത്. സന്തോഷമില്ലല്ലോ. തണ്ണിത്തോടിൽ അച്ചാ USA പോയി. അതിലത്തെ അവറാച്ച പട്ടയവും തിരുത്തി കുറ്റി അടിച്ച്. മനസ്സിലാക്കുന്നവർക്കായി അവസരം തക്കത്തിൽ ഉപയോഗിക്കുക. സ്വത്രം. സിറിയയിലെ ഗോലാങ്കുന്നും പിടിച്ച് ലെബനോന്റെ 100 ഏക്കർ ഇസ്രായേൽ പിടിച്ചിട്ട് ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ഒരു കൊടി ഉയർത്തി. അതിൻ്റെ ഇടയ്ക്ക് ഒന്നിൻ്റെ ഇടയ്ക്ക് ട്രംപ് പറഞ്ഞ് ഇഷ്ടം പോലെ ചെയ്തോളാം. സന്തോഷമില്ലല്ലോ? സ്വത്രം. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത്. ചാനൽ ഗുഡ് ന്യൂസ് വായിച്ചാൽ മതി. ഗ്രേറ്റർ ഇസ്രായേൽ. അവറാച്ചാൻ പണ്ട് കുറ്റിയടിച്ച കല്ലെല്ലാം മാറ്റിക്കൊച്ച് നീട്ടി പിടിച്ചോളാം. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. നമ്പർ 1 ഗാസ, നമ്പർ 2 ലെബനോൻ, അടുത്തത് സിറിയ. സിറിയ കത്തുവോ ഇതിനകത്ത്? വായിക്കാം. യെശയ്യാ പ്രവചനം 17:1-2. അന്ത്യകാലമായി ജെറുസലേമിലേക്ക്. എടുത്താട്ട് മോളെ. യെശയ്യാ പ്രവചനം 17:1-2. അമ്മാമ്മമാരെ പേപ്പർ എടുത്തിട്ട് ഈ ബൈബിളൂടെ വായിക്കണം. ഞങ്ങളുടെ ബൈബിള് ശരിയാന്നോന്ന്. യെശയ്യാ പ്രവചനം 17:1-2 വായിക്കാം. സിറിയ കത്തുവോ? വായിക്കാം. ദമസ്കസിനെ കുറിച്ചുള്ള പ്രവാചകം. ഡമസ്കസ്. ഇന്നത്തെ സിറിയയെ കുറിച്ചുള്ള പ്രവചനം വായിക്കാം. ദമസ്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം. സിറിയ ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അത് ശൂന്യകൂമ്പാരമായി തീരും. ദാ കിടക്കുന്ന അതാ സിറിയക്കകത്ത് ഇസ്രായേൽ ആക്രമിച്ചെല്ലാം ശരിയായി. അടുത്തത് യമൻ അതിനകത്തുകൊണ്ട്. വായിക്കാം. അടുത്ത വാക്കൂടെ വായിച്ചിട്ട് മോളെ. അരോവർ പട്ടണങ്ങൾ. ഇന്നത്തെ യമനിൽ ഹുദൈബ തുറമുഖമാ അരോവർ. അതിനകത്ത് ഇസ്രായേൽ തീ വെക്കും. അച്ചായ 4 അടി നിങ്ങളെ ഞാൻ വരച്ചു കാണിച്ചു. യമൻ ഒന്നുകൂടെ പറയാം. 1 ഹമാസ് ഗാസ, 2 ലെബനോൻ, 3 സിറിയ, 4 യമൻ. ഇതിൻ്റെ ഇടയ്ക്ക് റഷ്യ ഈ നമ്മുടെ സിറിയയിലെ രാജാവ് ഓടിപ്പോകുമെന്ന് ബൈബിളിനകത്തുണ്ടോ? ഇപ്പൊ സിറിയയിലെ രാജാവ് ഓടിപ്പോയി. ഭാഷ അവർ റഷ്യയിലേക്ക് പോയിരിക്കുക. അങ്ങനെയെങ്കിൽ സിറിയയിലെ രാജാവ് ഓടിപ്പോകുമെന്ന് നമ്മുടെ ബൈബിളിലുണ്ട്. ആന്റി ക്രൈസ്റ്റിന്റെ വരവ് വായിക്കുന്നു. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ബൈബിൾ എല്ലാവരും എടുത്താട്ട് സിറിയയിലെ രാജാവ് ഓടിപ്പോകും. വായിക്കാം. ആമോസിന്റെ പ്രവചനം 1:14 വായിച്ച് സഹായിക്കും മോളെ. ഞാൻ രബയുടെ മതിലിനകത്ത് ഒരു തീ കത്തിക്കും. മധ്യ പശ്ചിമേഷ കത്തും. 14-ാമത്തെ വാക്യം. അവരുടെ രാജാവ്. വായിക്കാം. ആമോസ് 1:15 അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. കരമുയർത്തുന്നവർക്കായി സിറിയയുടെ പ്രസിഡന്റ് ബാഷർ റഷ്യയിലേക്ക് ഓടിപ്പോയി. ഇസ്രായേലിന്റെ മിസൈൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആന്റി ക്രൈസ്റ്റിന്റെ വരവ്. എല്ലാവരും കേൾക്കണം സഹോദരന്മാരെ. ഇതൊരു അന്ത്യകാല പ്രസംഗമാണ്. റാന്നിയിലെ ജോൺ ബി തോമസ് സാർ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടാൽ നല്ലതാ. സൗദി അറേബ്യയിൽ ട്രംപും എലോൺ മസ്കും, അത് കഴിഞ്ഞിട്ട് ആരാ വന്ന് നമ്മുടെ എയുടെ സാൾട്ട്മാൻ. അന്നേരം കൊണ്ട് സിറിയയിലെ നേതാവിനെ ട്രംപ് വിളിച്ചേക്കുന്നത് കരമുയർത്തുന്നവർക്കായി. ട്രംപ് സിറിയയിലെ ഇന്നത്തെ ഭരണാധികാരിയെ വിളിച്ചിട്ട് ചായ കൊടുത്തു. അന്ന് രാത്രി ട്രംപ് അവിടെ വെച്ചൊരു കാര്യം പറഞ്ഞ എന്താണെന്നറിയാമോ? സിറിയക്കെതിരെയുള്ള ഉപരോധം ഞങ്ങൾ പിൻവലിച്ചു. കരമുയർത്തുന്നവർക്കായി. ഇന്ന് ഇറാനെ ആക്രമിച്ചിട്ട് ഒരു ചായക്ക് പോലും ഈ ഇറാനെ സഹായിക്കാതെ സിറിയ ഇരിക്കുന്നു. അപ്പൊ സിറിയയിലെ നേതാവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടാൽ നിങ്ങൾക്ക് നല്ലത്. ലോക ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് സൗദി അറേബ്യ വന്നിട്ട് അൽ ഖ്വയ്ദയ്ക്ക് ബന്ധമുള്ള ഒരു നേതാവിനെ വിളിച്ച് ചായ കൊടുത്തെങ്കിൽ ഞങ്ങളുടെ ബൈബിൾ അത്ര ക്ലിയറായി വരാൻ പോകുന്നു. അന്തിക്രിസ്തു. ഉൽപ്പത്തി 49:17. വഴിയിൽ ഒരു പാമ്പ്, പാതയിൽ ഒരു സർപ്പം. സിറിയയിൽ നിന്ന് ആന്റി ക്രൈസ്റ്റ് എഴുന്നേൽക്കാൻ വേണ്ടി ട്രംപ് സിറിയയുടെ ഉപരോധത്തെ പിൻവലിച്ചെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാണ്. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാ. നാഴിക വന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകൽ അടുത്തുപോയി. എന്റെ കാന്തന്റെ വരവ് സമീപമായി. ചിറ്റാറേ രാത്രി. അടുത്തത് യമൻ. യമന് തീയിടുവോ? ഇനി അടിക്കും. ഞാനതാ ഇന്നലെ പറഞ്ഞേ. സൗദി അറേബ്യക്ക് ഒരു ഭീഷണിയാ ഹൂത്തി വിമതർ. അരംകോയുണ്ട്, മക്ക മദീനയുണ്ട്. അതുകൊണ്ട് സൗദി അമേരിക്കയോട് ഇസ്രായേലും പറയുന്നത് അവനെ ഒതുക്കാൻ. യമനിൽ തീ അയക്കുമോ? ബൈബിൾ എടുക്കാം. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം തോന്നുന്നു. മോൾ വായിച്ചാട്ടെ. ആമോസിന്റെ 1:12 വായിക്കാം. ഞാൻ തേമാനിൽ ഒരു തീ അയക്കും. മതി മക്കളെ, ഈ തേമാന ഇന്നത്തെ യമൻ. എത്ര ക്ലിയറായി. യമനിനകത്തൊരു തീ അയക്കുമെന്ന്. അതാ യമനിലെ എണ്ണ തുറമുകളെ മുഴുവൻ തീർന്നു. അപ്പൊ ഒക്ടോബർ 7 തുടങ്ങിയ അടി എവിടം വരെയായി അച്ചായ?
റൂട്ടെടുത്തു. ഒന്ന്, ഹമാസ്. ഇസ്രായേൽ ഭയങ്കര ബുദ്ധിയുള്ളവനാ. ആദ്യ സപ്പോർട്ടുള്ളവനെ എല്ലാം അടിച്ചു. ഹമാസിനെ അടിച്ചു, സിറിയനെ അടിച്ചു, യമനെ അടിച്ചു, യമനെ എല്ലാം അടിച്ചൊതുക്കി. അവസാനം ബെഞ്ചമിൻ നെതന്യാഹു ഒക്ടോബർ 7 മോഡി സാറിനോട് പറഞ്ഞു, വി ആർ അറ്റ് വാർ, ഞങ്ങൾ യുദ്ധത്തിൽ. അയലുകാരനെ മൊത്തം അങ്ങ് ഒതുക്കി. അച്ചായ തമ്പിച്ചാ കേട്ടോ, സിറിയാക്കാരനെ ഒതുക്കി, യമനെ ഒതുക്കി, ഹമാസിനെ ഒതുക്കി, ഹിസ്ബുള്ളയെ ഒതുക്കി. അവന്റെ 10 ഒരെണ്ണത്തിന്റെ പൊങ്ങാതെ ഒതുക്കിയിട്ട് അവസാനം ഒരു കാര്യം ചെയ്തു. സാമ്പിൾ വെടിക്കെട്ട് ഇറാനിൽ നടത്തിയിട്ട് ഒക്ടോബർ 7 അതിന്റെ ബാക്കി പത്രമായി പണം കൊടുത്ത് സഹായിച്ച ഇറാന് അവസാനം അടിക്കുന്നു. അതിനിട്ടൊരു പേരുണ്ട്, റൈസിംഗ് ലയൺ. അതാ ഇസ്രായേലിന്റെ ആക്രമണം. ബൈബിളിനകത്തുണ്ടോ മോശയുടെ 5 കടിതങ്ങൾ: ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ആവർത്തനം, ലേവ്യ. ഈ സംഖ്യാപുസ്തകത്തിൽ നിന്ന് ഈ ബെഞ്ചമിൻ നെതന്യാഹു റൈസിംഗ് ലൈൻ കൊണ്ടുവന്ന് എല്ലാവരും ബൈബിൾ തുറക്കാം. സംഖ്യാപുസ്തകം 23 അധ്യായം അതിന്റെ 24 വാക്യമാണ് റൈസിംഗ് ലയൺ. എല്ലാവരും എടുത്താട്ട്. ഇസ്രായേലിൽ ഇറാനെ ആക്രമിക്കുന്ന പ്രോജക്റ്റിന്റെ പേര് റൈസിംഗ് ലയൺ. മോള് വായിച്ചാട്ട് സംഖ്യാപുസ്തകം 23 24 വാക്യം വായിക്കാം. ഇതാ ജനം സിംഹിയെ പോലെ എഴുന്നേൽക്കുന്നു. അതാ ഇസ്രായേൽ ജനം. ഇതോ ജനം സിംഹിയെ പോലെ എഴുന്നേൽക്കുന്നു. അടുത്തത് ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. ദാ കിടക്കുന്ന അതാ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ റൈസിംഗ് ലയൺ, ഉയർത്തെഴുന്നേൽക്കുന്ന സിംഹം. ദാണ്ട് ബാലസിംഹത്തെ പോലെ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമെന്ന് ദാ കിടക്കുന്നു. അടുത്ത വാക്കുകൂടെ വായിച്ചാട്ട് മോളെ. അവൻ ഇരപിടിച്ച് തിന്നാതെയും നിഹതന്മാരുടെ രക്തം കുടിക്കാതെയും കിടക്കയില്ല. അതുകൊണ്ടാ ഈ പരിപാടിക്ക് അച്ചായ പേരിട്ട റൈസിംഗ് ലയൺ. ഇറാന്റെ നല്ല ഭാഗം അവൻ തീർത്തിട്ടേ വരത്തോള്. ഇപ്പൊ ബൈബിൾ അത്ര ക്ലിയറായി. ഇവിടെ അന്തിമ യുദ്ധം നടക്കത്തില്ല. അതിന്റെ അർത്ഥം ഒരു 2 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ ഈ യുദ്ധം അവസാനിക്കും. 3 കാര്യം. 1, ഇറാനിൽ ഒരു പുതിയ ഭരണം. 2, എല്ലാവരും നോട്ട് ചെയ്യും, ഇറാന്റെ ചില നേതാക്കളെ കൂടി ഇസ്രായേൽ കൈകാര്യം ചെയ്യും. 3ാമത്തെ കാര്യം, ആണവ കരാറിനകത്ത് ഇറാനെ ഒപ്പിടിപ്പിക്കുമ്പോൾ ഈ പ്രശ്നം അവസാനിപ്പിക്കും. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ കേൾക്കട്ടെ, ചാനലുകാരും കേൾക്കട്ടെ. സ്വോത്രം. നിങ്ങൾ പറയും പ്രസംഗാരും കേൾക്കത്തില്ലെന്ന്. അച്ഛൻ കേട്ടോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടുമുറ്റത്ത് കർത്താവിന്റെ വരവ് പെങ്ങടെ വീട്ടുമുറ്റത്ത് ഞാൻ പ്രസംഗിച്ചതാ. സ്വോത്രം. എല്ലാവരും കേൾക്കട്ടെ. സ്വോത്രം. അന്ന് ഈ മറുനാടൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു അവരെല്ലാം പെന്തിക്കോസി പാവം പോകുന്നു. സ്വോത്രം. എൻ്റെ ജോലി അവരെ പെന്തിക്കോസി കൊണ്ടുവന്നതല്ല. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കണ്ടില്ലയോ? അത് കണ്ടിട്ട് ആരാണ്ട് ചോർത്തി കൊടുത്തതാ. എൻ്റെ ജോലി രക്ഷ പ്രസംഗിക്കുന്നത്. എല്ലാം കോൺഗ്രസ്സുകാരും കേൾക്കട്ടെ. പത്തനംതിട്ടയിലെ കോൺഗ്രസ്സുകാരല്ല ഉമ്മൻചാണ്ടി സാറ് ബെർലിനിൽ പോയപ്പോൾ പ്രാർത്ഥിച്ചു വിട്ടത്. ഇവിടുത്തെ പുതുപ്പള്ളിയിൽ അച്ഛനുമല്ല, സജുജാത്തന്നൂരാ പ്രാർത്ഥിച്ചു വിട്ടത്. സ്വോത്രം. ചാണ്ടി ഉമ്മ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോഴും പ്രാർത്ഥിച്ചത് പാവപ്പെട്ട ഞാൻ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കേരളത്തിലെ ADGP 2 IG-മാർ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. എനിക്ക് സുഖമില്ല. IG-യുടെ ഗൺമാൻ വിളിക്കുന്ന എത്ര ദിവസമായി പ്രസംഗം കണ്ടിട്ട് പുതിയതൊന്നും വിടുന്നില്ല ഒന്ന്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. എടാ, നീ ലോക്കൽ പോലീസിലും ബാക്കിയുള്ളവരുമല്ല, കേരളത്തിലെ മുഴുവൻ ആൾക്കാർ CPM-കാരെ ശ്രദ്ധയ്ക്ക്. CPM-ന്റെ ചടയൻ നമ്മുടെ ഇന്നത്തെ MV ഗോവിന്ദൻ മാഷ്, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി, ഒരു കത്തോലിക്കക്കാരനാണ്. പുള്ളി കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു 2 എണ്ണം കേട്ട് കഴിഞ്ഞാൽ വളരെ സന്തോഷമൊന്നും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. MV ഗോവിന്ദൻ മാഷ് സെക്രട്ടറിയും കർത്താവിന്റെ വരവ് കേട്ടോണ്ടിരിക്കുക. ഇവിടുത്തെ പെന്തിക്കോസുകാരെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. എടാ, നിന്നെ എല്ലാം ദൈവം ശരിയാക്കും. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്ക് ഇതൊരു അന്തിമ യുദ്ധത്തിൽ പോകത്തില്ല. ലോകമാസകലം ക്രിസ്ത്യൻ മീഡിയയിൽ കൂടുന്ന ഞങ്ങൾ ഇന്ന് രാത്രി വചനം പറയുന്നു, ഇസ്രായേൽ ഇറാൻ സംഘടന 3ാം ലോക മഹായുദ്ധത്തിൽ പോകത്തില്ല. 1, ഇറാനിലെ ഭരണകൂടം അട്ടിമറിക്കപ്പെടും. 2, ഇറാനെ ആണവ കരാറിൽ കൊണ്ടുവരും. 3ാമത്തെ കാര്യം, ഇറാനിലെ ചില ലീഡർമാരെ കൂടെ കൊന്നുകഴിയും. അത് കഴിയുമ്പോൾ ഒരു ഒത്തുതീർപ്പുണ്ടാവും. അതിനുശേഷം നമുക്ക് പിന്നെ സമയമുണ്ട്. ഇതൊരു അന്തിമ യുദ്ധത്തിലെത്തത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വീടും കാറുമൊന്നും വെക്കേണ്ട. 1ാമത്തെ ഇടവേള എല്ലാവരും ഇവിടെ മനസ്സിലാക്കണം. തണ്ണിത്തോട്ടിൽ നല്ലൊരു വീട്, ഒരു ചെറുപ്പക്കാരി എല്ലാവരും കേട്ടാട്ടെ. അവർ വെളിനാട്ടിലായിരുന്നു. അവർ മടങ്ങി വന്നു. മക്കളില്ല. അടൂർ ലൈഫ് ലൈനിൽ പോയി പാപ്പച്ചന് പൈസ കൊടുത്തു. ഇപ്പൊ 38 വയസ്സായി ചെറുപ്പക്കാരന്. ഒരു ആൺകുഞ്ഞിനെ കിട്ടി. സഹോദരിക്ക് 35 വയസ്സ്. നല്ല വീട്, നല്ല കമ്പ്യൂട്ടർ, കാറ്. കുഞ്ഞിനിപ്പോ 2 വയസ്സായി. നാടൻ ഭാഷ ഒരു കറുത്ത ആൺകൊച്ച്. ഒരു ദിവസം ഉച്ചയ്ക്ക് 3 പേരൂടെ കട്ടിലേക്ക് കടന്നു. കുഞ്ഞിങ്ങനെ ഉറങ്ങുക. ഭക്ഷണം കഴിച്ച് കറുത്ത കൊച്ച. ഉച്ച 3:30 ചെറുപ്പക്കാരും പറഞ്ഞു, അയ്യോ കുഞ്ഞുമോൻ ഉറങ്ങുക, ഒരു തലങ്ങണ വെച്ച് നമുക്ക് 3:30 മണി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് തോട്ടത്തിൽ വെള്ളം അടിച്ചിട്ട് വരാം. എല്ലാവരും കേട്ടേക്കട ഒരു കഥയായത്. എന്താ? അവർ തോട്ടത്തിൽ വെള്ളം അടിക്കാൻ പോയി. വീട് പൂട്ടി. ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരു തലേണ വെച്ചിരിക്കുക. അപ്പച്ചമ്മച്ച് 4 മണിയായി വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം, പോക. ഇവർ ഓടി വന്നു. വീട്ടിന് ചുറ്റും നാട്ടുകാർ കൂടിയിരിക്കുക. അവർ പറഞ്ഞു അകത്ത് കയറുന്നത് ഷോർട്ട് സർക്യൂട്ട്. ചെറുപ്പക്കാരും പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ അകത്ത് കിടക്കുന്നത്, മരിച്ചു
കാണത്തില്ല. ചെറുപ്പക്കാരി കുഞ്ഞിനെ വാരിയെടുക്കാൻ പോയി. നാട്ടുകാർ തള്ളി പുറത്ത് കളഞ്ഞു. അവസാനം അവർ പറഞ്ഞു, ആര് ഞങ്ങളെ തള്ളിയാൽ ഞങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു കാണത്തില്ല. കത്തുന്ന വീട്ടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ചെറുപ്പക്കാരും അകത്ത് കയറി. 2 വയസ്സുള്ള കരിക്കട്ടയിൽ ഹല്ലേലൂയ ഒരു കറുത്ത കൊച്ചിനെ കയ്യിലെടുത്തുകൊണ്ട് ഒറ്റ ചാട്ട് അല്പം പൊള്ളിയ കുഞ്ഞിനെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് തണ്ണിത്തോടുകാർ കേൾക്ക പറഞ്ഞു, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, വിഷയമില്ല, അല്പം പൊള്ളലുള്ള കുഞ്ഞിന് ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ പ്ലസ് തണ്ണിത്തോടിന്റെ 2ാമത് രാത്രി ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിന്റെ നടുവിൽ കാൽവരി രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ കരങ്ങളിൽ വഹിക്കുവാൻ 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ വരാറാ. ഇന്ന് രാത്രി തണ്ണിത്തോടെ, ശീലത്തോടെ, കരിമാൻതോടെ, മൂഴിയെ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. ചെറുപ്പക്കാരി, വീട്ടിനകത്തിരിക്കുന്ന സഹോദര, ആട്ടോയിലിരിക്കുന്ന സുഹൃത്തെ, പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ വാരി കൊടുക്കണ്ട. ഇന്ന് രാത്രി 2ാമത് രാത്രി ജീവന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, നിത്യതയിലെത്തിക്കുന്ന വചനം ഏറ്റെടുത്ത് ചങ്കത്ത് കൈവച്ചുകൊണ്ട് യേശു എന്റെ ഏക രക്ഷകൻ, യേശു എന്റെ ഏക കർത്താവ്, അവൻ രാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. 3 വാക്യങ്ങളിലുള്ള എൻ്റെ ശ്വാസം മുട്ടുന്നു. 1ാമത്തെ ഇടവേള 15 മിനിറ്റൂടെ പ്രസംഗമുണ്ട്. ഒരു പാട്ടുകൂടെ പാടുമ്പോൾ അവസാനിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ച് കരിമാൻ തോട്ടിൽ ഒരു പാവപ്പെട്ട ഒരു സാധുവായ വ്യക്തി വീട് വെക്കുന്നു. അവരുടെ ഭവനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ കുഞ്ഞുങ്ങൾ പാട്ട് പാടുമ്പോൾ നിങ്ങളൊരു നന്മ കൊടുക്കണം. ആരും എഴുന്നേറ്റ് പോകരുത്. നാളെയും കൂടെ ഉള്ളു നമുക്ക് 15 മിനിറ്റൂടെ പ്രഭാഷണം. അത് കഴിഞ്ഞൊരു പാട്ട് പാടുമ്പോൾ ഈ രാത്രി അവസാനിക്കും. കുഞ്ഞുങ്ങളൊരു പാട്ട് പാടിയാട്ടെ. ആ സമയത്ത് ആ പാവപ്പെട്ട സാധുവായ വ്യക്തിയുടെ വീടിന് വേണ്ടി ഒരു നല്ല നന്മ കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കൾ പാടിയാട്ടെ ഈ സമയത്ത്. വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഓടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ
മതി എനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. ആ കരമുയർത്തിയാട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പാടിയതുപോലെ ആര് കൈവിട്ടാലും കൈവിടാത്ത നല്ല നാഥൻ നമ്മളെ അന്ത്യം വരെ നടത്ത്. അവൻ്റെ തിരുകൃപ തന്നിത്തോട്ടിലുള്ള ദൈവമക്കളെ കാക്കും. അന്നാളിൽ ജെറുസലേമിന് ഞാനൊരു പരിഭ്രമ പാത്രമാക്കും. അതൊരു ഭാരമുള്ള കല്ലായി വരും. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അതിൻ്റെ പേരാ മൂന്നാം ലോക മഹായുദ്ധം. അത് നടക്കണമെങ്കിൽ ഒരു റോഡ് ശരിയാവണം. അതുകൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി, ബാക്കി നാളെ. അങ്ങനെയെങ്കിൽ ആ റോഡ് ഇവിടെ ശരിയായി കഴിഞ്ഞു. വായിച്ചു തുടങ്ങുന്നു. ചൈനയുടെ സിൽക്ക് പാത ബൈബിളിലേക്ക് വരുന്നു. യെശയ്യാ പ്രവചനം ബൈബിൾ എടുത്താട്ട് കുഞ്ഞുങ്ങളെ ഈ സമയത്ത് വായിച്ച് സഹായിക്കണം. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 12-ാമത്തെ വാക്യം. ചൈനയുടെ സിൽക്ക് പാത. ഈ ആക്രമണം നടക്കണമെങ്കിൽ ദ ചൈന സിൽക്ക് കോറിഡോർ. ഇപ്പൊ വായിക്കും. രണ്ട് കർത്താവിൻ്റെ ദാസമോനെ ഇത് ക്ലിയർ ആയിട്ട് കൊടുക്കണം. ചൈനയുടെ സിൽക്ക് പാത. അന്തിമ യുദ്ധം നടക്കണമെങ്കിൽ ഒരു റോഡ് വരണം. ചൈനയുടെ സിൽക്ക് പാത. വായിക്കുന്നു യെശയ്യാ പ്രവചനം 49:12. രണ്ട് കാര്യം കൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കും. വായിക്കാം മോളെ. ഇതാ ഇവർ ദൂരത്ത് നിന്നും ഇസ്രയേലിനെ ആക്രമിക്കാൻ ദൂരത്ത് നിന്നൊരു ജനക്കൂട്ടം വരുന്നു. അടുത്ത വാക്ക്. ഇവർ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇവർ സിനീം ദേശത്ത് നിന്നും. സിനീം ആ ചൈനയുടെ സിൽക്ക് പാത. ചൈന. അതിനാസ്പദമായിട്ട് അന്നത്തെ റോഡുകൾ. അതിനാസ്പദമായി ഇവിടെ ഒരു യാത്ര വന്നു. രാഹുൽജിയുടെ ഭാരത് ജോഡോ. കന്യാകുമാരി മുതൽ കാശ്മീർ. കാശ്മീർ കഴിഞ്ഞാൽ പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ഒരു ബോർഡർ കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ ചൈന. ചൈനയുടെ ബോർഡറിൽ നിന്ന് ഇറാനിൽ കയറാം. ഇറാനിൽ നിന്ന് ഇറാഖിൽ കയറാം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി കഴിഞ്ഞാൽ തുർക്കി. തുർക്കി വഴി നേരെ സിറിയയുടെ ബോർഡർ വഴി ഗോലാൻ കുന്ന് ഇസ്രായേൽ. കരമുയർത്തുന്നവർക്കായി ഈ റോഡാച്ചായ ചൈനയുടെ സിൽക്ക് പാത. ഇതൊക്കെ പത്രത്തിൽ കണ്ടിട്ട് ബൈബിൾ എടുത്തിട്ട് നെഞ്ചത്ത് കൈവച്ച് പറയണം, എൻ്റെ കർത്താവിൻ്റെ വരവ് അടുത്തുപോയി. സ്വോത്രം. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരു കൂട്ടം വരുന്നു. സ്വോത്രം. നിങ്ങൾ മനസ്സിലാക്കണം. വിദേശ രാജ്യത്തിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ബാക്കിയുള്ളവർക്ക് എന്തൊരു സന്തോഷമാണ്. ഇന്നലെ രാത്രി ഞാനിവിടെ നെഞ്ചുകയറി പ്രസംഗിച്ചു. പ്രിയ പൊന്നച്ചാൻ്റെ വീട്ടിൽ കടന്നപ്പോൾ ദുബായിൽ നിന്ന് 2 ചെറുപ്പക്കാർ ഈ ലൈവ് കണ്ടിട്ട് എന്നെ വിളിച്ചു. പാസ്റ്ററെ, ഇന്ന് നടക്കുന്ന സംഭവം എത്ര കൃത്യമായിട്ട് പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. സ്വോത്രം. ഞാൻ അവരെയും കണ്ടിട്ടില്ല. അനിൽ പാസ്റ്റർ എന്നെ അവർ കണ്ടിട്ടില്ല. എവിടുന്നോ നമ്പർ എടുത്ത് ഇന്നലെ രാത്രി ചുക്ക് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദുബായി ഇരിക്കുന്ന ചെറുപ്പക്കാർ എന്നിട്ട് ചോദിച്ചു തണ്ണിത്തോടെ എവിടെയാണ്. സ്വോത്രം. ഞാൻ പറയും നല്ല തോടാ മക്കളെ, വരുമ്പോൾ കാണാൻ നല്ലതാണ്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അവർ കേൾക്കാത്തവരാ. മറ്റേതോ ഡിസ്ട്രിക്റ്റുകാരാ. ഞാൻ പറയും നല്ല തോടാന്ന്. നമുക്കിത് സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഒരു അന്ത്യകാലം ഇതാ ചൈനയുടെ സിൽക്ക് പാത. അങ്ങനെയെങ്കിൽ അറബ് രാജ്യങ്ങൾ ഒരുമിക്കും, ഇസ്രയേൽ തളിർക്കും. 2 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിനാസ്പദമായി യേശു പറഞ്ഞു അത്തി തളിർത്തു കൊമ്പിളതായി. ഇവിടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. 3 മരങ്ങളോട് ഇസ്രയേലിനെ ദൈവം ഉപമിച്ചു. ബൈബിൾ നോട്ട് ചെയ്യാം. 1 അത്തി അവൻ്റെ രാഷ്ട്രീയം. പഠിക്കുന്ന മക്കൾ എഴുതിക്കോ. ഹോശയ്യ 9:10 അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു ഇസ്രായേൽ. 2 മുന്തിരി അവൻ്റെ ആത്മീയം. യോഹന്നാൻ 15:1-2 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെ അവൻ വെട്ടിക്കളയുന്നു. 3-ാമത്തെ മരം ഇസ്രായേൽ. അതവൻ്റെ സൗന്ദര്യം. സങ്കീർത്തനം 128. പെന്തിക്കോസ്തുകാരുടെ കല്യാണത്തിന് നമ്മൾ കേട്ടിട്ടില്ലേ? ഏതാ? യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ കുഞ്ഞേ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിന്റെ ഫലം വീട്ടിലെത്തും. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെയുമായിരിക്കും. നിങ്ങളിത് കേൾക്കത്തില്ല. ചിക്കൻ ബിരിയാണി നോക്ക്, ഞങ്ങൾ കവർ നോക്ക്. മനസ്സിലാകുന്നവർക്കായി. പെന്തിക്കോസ്തുകാരുടെ മംഗള സങ്കീർത്തനം മനസ്സിലാകുന്നവർക്കായി. അപ്പം 3 മരങ്ങളോട് ഇസ്രായേലിന്. 1 അത്തി, 2 മുന്തിരി, 3 ഒലിവ്. അത്തി തളിർക്കണം, കൊമ്പിളതാകണം. എവിടെ? വായിക്കാം. അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് കരാർ ഒപ്പുവെക്കോ. അതിൻ്റെ പേരാ മാർപ്പാപ്പയും അതിനുശേഷം ട്രംപും വന്ന് ഒരു പേരിട്ട് അബ്രഹാം അക്കോർഡ്. മനസ്സിലാകുന്നവർക്കായി. ഇപ്പൊ വായിച്ചു തരാം. എവിടം വരായി? എത്ര ക്ലിയർ ബൈബിളിനകത്തുണ്ടോ? ഇസ്രയേൽ തളിർക്കും, അറബ് രാജ്യങ്ങളുമായി കൈ കൊടുക്കും. യെശയ്യാ പ്രവചനം. എല്ലാവരും എടുത്താട്ട് ഒരു വാക്യം കൂടെ പറയും. എനിക്ക് ശ്വാസം മുട്ടുന്നു, അതുകൊണ്ട് ഞാൻ നീട്ടത്തില്ല. യെശയ്യാ പ്രവചനം മോള് വായിച്ചത് 49:12. അടുത്തത് യെശയ്യാ പ്രവചനം 19, 21, 24. വായിച്ചാട്ടെ. അന്നാളിൽ മിസ്രൈമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാവും. അറബ് ലീഗ് ഒരുമിക്കും. 57 രാഷ്ട്രങ്ങൾ അവരുടെ അറബ് ലീഗ് ഉണ്ടാക്കും. ഒരുമിക്കും. വായിച്ചാട്ടെ. അയക്കാം. അശൂര്യർ മിസ്രൈമിലേക്കും മിസ്രൈമർ അശൂരിലേക്കും ചെല്ലും. ദാ കിടക്കുന്ന ഏശാവിന്റെ മക്കൾ ഒരുമിക്കും. ഇന്നത്തെ സിറിയ, മിസ്രൈം എല്ലാം ഒരുമിക്കുന്ന ഒരു കാലം വരും. അന്നാളിൽ. ഇതാ എന്റെ പ്രസംഗം. അന്നാളിൽ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. മിസ്രൈമർ അശൂരിലൂടെ ആരാധന കഴിക്കും. ഇതാ അറബ് ലീഗ് ഒരുമിക്കും. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരിടത്ത്. ഈ അറബ് രാഷ്ട്രങ്ങൾ ഒരുമിക്കുമ്പോൾ
ഇസ്രായേൽ ആരായിരിക്കും? അതാ എന്റെ പ്രസംഗം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. അത്തി തളിർത്തു കൊമ്പിളതായി. അവൻ ഭൂമിയുടെ അനുഗ്രഹമാണോ? ഇന്ത്യക്കാർക്ക് ഏറ്റവും അനുഗ്രഹം നമ്പർ 1. ഇന്ത്യയുടെ കാർഗിൽ യുദ്ധം നടന്നു. എല്ലാവരും കേട്ടാട്ടെ. മോഡി സാർ ആരെയാ സമീപിച്ചത്? അന്നത്തെ കാലത്ത് ഇസ്രായേലിനെയാ. കാർഗിൽ യുദ്ധകാലത്ത് നമ്മുടെ LK അഡ്വായും വാജ്പേയി ആയിരുന്നു. അന്ന് പാകിസ്ഥാന്റെ പച്ചയ്ക്ക് വെടിവെച്ച തോക്കുണ്ട്. അതിന്റെ പേരാ ടൈവർ ടാർ 21. കാർഗിൽ യുദ്ധം ഇപ്പോഴും മനോരമയിലുണ്ട്. ഇസ്രായേലിന്റെ തോക്കുകൾ ഇന്ത്യയെ സഹായിച്ചു. പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് എന്ന് ഹിന്ദിക്കാരനോട് ബായിസ്കാന്തർ ക്യാ ബന്ദൂക്ക്, അവൻ പറയും ഇസ്രായേൽ കാ ബന്ദൂക്ക്. അതുകൊണ്ട് മേജർ രവി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയിൽ ഇരിക്കുന്ന 60% ആയുധങ്ങൾ ഇസ്രായേലിൻ്റെതാ. അതുകൊണ്ട് അത് യെശയ്യാ പ്രവചനത്തിൽ 54 മറ്റൊരു വാക്യമുണ്ട്. തീക്കൊള്ളി പോലെ ഒരു ആയുധം നിന്റെ കയ്യിൽ തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും തരും. അത്തി തളിർത്തു കൊമ്പിളതായി. പെന്തിക്കോസുകാരെല്ലാം കാണും, പോസ്റ്റ് ഇടുന്നവർ കാണും. ദാണ്ടെ പാകിസ്ഥാന്റെ മണ്ടയ്ക്ക് അടിച്ച സാധനം. ദാണ്ടെ പാസ്റ്റർമാരും കണ്ടാട്ടെ, ബറാക്കെട്ട് ദാ കിടക്കുന്നു. ഇസ്രായേൽ ഇന്ത്യ സംയുക്ത സംരംഭം. ഇത് അടി കേട്ടപ്പോഴാ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ യുദ്ധം നിർത്താം. ദാ കിടക്കുന്നു. അപ്പൊ ബൈബിള് ശരിയായില്ലേ? അത്തി തളിർത്തു കൊമ്പിളതായി. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നാട്ടുകാർ കേൾക്കണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തിലെ ഏത് നേതാക്കൾ വന്നാലും വൈകിട്ട് കാപ്പി കുടിക്കൂ. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി വന്നാൽ ഓടിച്ചക്ക് കെട്ടിപ്പിടിക്കും. മേരാ ബായി ആകയാ. സന്തോഷമില്ലല്ലോ? എൻ്റെ സഹോദരൻ വന്നു. സ്വോത്രം. കണ്ടില്ലേ? ഇറാനെ അടിക്കാൻ തുടങ്ങിയപ്പം ആ ഗൾഫിൽ നിൽക്കുന്ന അവറാച്ച സൂസമാമെ മൊബൈലിൽ വിളിക്കുന്ന പോലെ നെതന്യാഹു ആരെ വിളിച്ചു? ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചു. സന്തോഷമില്ലല്ലോ ചായ? അത്തി തളിർത്തു കൊമ്പിളതായി. അടുത്ത പ്രവചനം കൂടെ നാട്ടുകാർ കേൾക്കട്ടെ, രാഷ്ട്രീയക്കാർ കേട്ടോണ്ടിരിക്കുക. ദാണ്ടെ മോനെ, ഇസ്രായേലിന്റെ മിസൈൽ വിക്ഷേപണം ലോകത്തെ മുൾമുനയിൽ നിർത്തി. 11,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന മിസൈൽ ഇസ്രായേലിന്റെ. ഞാൻ ഇന്ന് ഒരു മതത്തെ ഞാൻ കുറ്റം പറയത്തില്ല. ഇതുവരെ അവൻ ഇറാനെ ആക്രമിച്ചത് പ്ലെയിൻ വഴിയാണ്. അവൻ്റെ മിസൈൽ വിട്ട് തുടങ്ങിയിട്ടില്ല, അവൻ്റെ നേവി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നത് സാമ്പിളെ തുടങ്ങിയിട്ടുള്ളൂ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവനെ ആരും തോപ്പിക്കാൻ പറ്റത്തില്ല. ഒരു കാലത്ത് നമ്മുടെ ഗൾഫ് രാജ്യത്ത് പോയ ആരെങ്കിലും കൊണ്ടുവന്ന് കരമുയർത്തിയാട്ട്. ഗൾഫ് രാജ്യത്ത് സൗദി അറേബ്യ വിസയൊന്നും എനിക്ക് വേണ്ട. അയ്യോ, കരമുയർത്തുന്നത് പേടിക്കണ്ട. ചിലർ വിചാരിക്കും കവർ ചോദിക്കാനാണ്. എനിക്ക് കവറും വേണ്ട, വിസയും വേണ്ട. സന്തോഷമില്ലല്ലോ? ഗൾഫ് രാജ്യത്ത് പോയ അമ്മമാരും അച്ചായമാരുണ്ട്, കരമുയർത്തിയാട്ട്. അപ്പം ചിലർ കരം ഉയർത്താൻ പേടി. ഞാൻ കല്യാണാലോചനയ്ക്കാണ്, എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ ജോലി കല്യാണാലോചനയല്ല. സന്തോഷമില്ലല്ലോ? സ്വോത്രം. കർത്താവിൻ്റെ പരമ സ്വോത്രം. ഗൾഫ് രാജ്യത്ത് പോയി ആരെങ്കിലും ഉണ്ടെന്ന് കരമുയർത്തിയാട്ട്. പണ്ട് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവർ നോക്കും ഇസ്രായേലിൻ്റെ പാസ്പോർട്ടോ സീലോ ഉണ്ടെന്ന് അവർ മാറ്റി നിർത്തും. ഒരു കാലത്ത് ഗൾഫിൽ നിന്ന് എവിടാ ഇസ്രായേലിലേക്ക് ഒരു വിമാനമില്ല. താ കിടക്കുന്നു ദുബായ്, ഇസ്രായേൽ, UAE നടക്കുന്നു. ബൈബിള് കാണീര് മോനെ. ഇത്യാദ് എമിറേറ്റ്സ് എല്ലാം ഇന്ന് അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്ന് ടെല്ലവീവിലേക്ക് പോകുന്നു. അതിൻ്റെ പേര് അബ്രഹാം അക്കോഡ്. മനസ്സിലാകുന്നവർക്കായി ഇതാ ഞങ്ങളുടെ ബൈബിൾ. ഒരു കാലത്ത് യഹൂദന്റെ പതാക കണ്ടാൽ അറബികൾ മാറ്റി നിർത്തുന്ന കാലത്ത് ഇന്ന് ദുബായ്ക്കകത്ത് യഹൂദന്റെ എംബസി തുറന്നെങ്കിൽ, ബഹറിനകത്ത് ഇസ്രായേലിന്റെ എംബസി തുറന്നെങ്കിൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം അത്തി തളിർത്തു കൊമ്പിളതായി വേനലടുത്തു. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. മനസ്സിലാകുന്നവർക്ക് എല്ലാവരും കൂടെ കേട്ടാട്ടെ. ചെറുപ്പക്കാരെ, എൻ്റെ ശബ്ദം പകർന്നെങ്കിൽ കേട്ടോ. ഹമാസിന്റെ പ്രശ്നം വന്നപ്പോൾ സൗദി അറേബ്യയും UAE ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇടപെടുമെന്ന്. ഇസ്രായേൽ പറഞ്ഞ് ഞങ്ങൾ പീസ് കൊല്ലുമെന്ന്. സന്തോഷമില്ലല്ലോ? എമിറേറ്റ്സ്, ഇത്തിഹാദ് എല്ലാം ഓടുന്ന ഇസ്രായേലിലെ സോഫ്റ്റ്വെയർ. തള്ളിത്തോട്ടിൽ അമ്മാമ്മമാർ, ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ് ഇതെല്ലാം ആരുടെ? ഇസ്രായേലിൻ്റെ. സന്തോഷമില്ലല്ലോ? യവൻ പോയി സൂര്യാൽ ട്വിറ്ററിൽ ATM വർക്ക് ചെയ്യത്തില്ല. ഗൂഗിളും ഇല്ല, ഫോൺ പേയും ഇല്ല. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇന്ത്യയിലെ ATMന്റെ സിസ്റ്റം രാഷ്ട്രീയക്കാർ കേൾക്കട്ടെ. SBIയിലെ മാനേജർമാർ സഹിതം ഞാൻ പറഞ്ഞതാ. അവർ പറഞ്ഞു ശരിയാ. ബോംബെയിൽ ഇന്ത്യയിലെ കോർ ബാങ്കിങ് സിസ്റ്റം, നമ്മുടെ ATM കാർഡ് ഏത് ബാങ്കിൻ്റെ ആയാലും എവിടെ ഇട്ടാൽ കോർ ബാങ്കിങ് സിസ്റ്റം ചെയ്തിരിക്കുന്ന ഇസ്രായേലിൻ്റെ സോഫ്റ്റ്വെയറാണ്. മനസ്സിലാകുന്നവർക്കായി അത് പോയിരിക്കുന്ന 3 കമ്പ്യൂട്ടർ കമ്പനികൾ. 1 ഇന്റൽ, 2 IBM, 3 മൈക്രോസോഫ്റ്റ്. ഇതിൻ്റെ ബ്രാഞ്ച് ഇസ്രായേലിലാണ്. തണ്ണിത്തോട്ടിലെ ലൈമാന് കുടിച്ചിട്ട് വരുന്ന അച്ചൻകുഞ്ഞച്ചാൻ സ്ഥിരമായിട്ട് ചീത്ത വിളിക്കും. മനസ്സിലാകുന്നവർക്കായി പാഷന്റെ സപ്പോർട്ട്. അപ്പോൾ ഒരു ദിവസം ലൈമാൻ വിചാരിച്ച് ഇന്ന് വെട്ടം കാണുന്നത് ഓർക്കട്ടെ. സ്വോത്രം. 7 മണിക്കാവുമ്പോൾ പീസ് ഊരി പോക്കറ്റ് ഇട്ടിട്ട് പോയി. മനസ്സിലാകുന്നവർക്കായി തണ്ണിത്തോട്ട് KCBയുടെ ഫോണും എടുത്ത് പൊക്കി വെച്ച്. അതുപോലെ ഇസ്രായേൽ അറബ് രാജ്യങ്ങളോട് പറഞ്ഞ് മര്യാദയ്ക്ക് നിന്നില്ലേ, ഞങ്ങൾ പീസ് ഊരിയ നിന്റെ വിമാനവും താഴെ കിടക്കും. ഗൂഗിൾ പേയും ഫോൺ പേയും ഇല്ല. മനസ്സിലാകുന്നവർക്കായി വാട്സപ്പും പോയി ട്വിറ്ററും പോയി. അതൊക്കെ പോയ കാലത്ത് ആദ്യം ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ ചിറ്റാറ് ചാട്. സന്തോഷമില്ലല്ലോ? കുറേ സൂസമാമയും ചിന്നമാമയും ഫേസ്ബുക്ക് പോയാൽ
മനസ്സിലാകുന്നവർക്കായി. ഇന്നാൾ അവൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു കുഞ്ഞ് പീസ് ഊരിയപ്പോൾ 180 ഇൻഡിഗോയുടെ വിമാനം തറയെ കടന്ന് കരഞ്ഞു. കണ്ണുനീരെന്ന് മാറുമോ, വേദനയെന്ന് തീരുമോ? യവനോട് കളിക്കാൻ പോയാൽ അതുകൊണ്ടാണ് ഇസ്രയേലിന് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നത്. ലോകത്തിന്റെ ഘടികാരമായി യഹൂദൻ മാറി. യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി. അത്തി തളിർത്തു കൊമ്പിളതായി വേനലടുത്തു. 54,000 പേരാ ഗാസയെ മരിച്ചത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ന് വരെ അച്ചായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേലിനോട് പറഞ്ഞു യുദ്ധം നിർത്താൻ, മിണ്ടത്തില്ല. ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി, മനസ്സിലാകുന്നവർക്കായി. അതാ ഞാൻ കഴിഞ്ഞ ദിവസം UN എല്ലാവരും വോട്ടെടുപ്പിൽ നിന്നപ്പം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കണ്ണടച്ചിരിക്കുന്നവർ ഇന്ത്യയായിരുന്നു. ഒന്ന് സ്വോത്രം, പത്രം വായിക്കണം, സ്വോത്രം. അതുകൊണ്ട് ബൈബിളിൻ്റെ പ്രവചനം നിവർത്തിയായി. അങ്ങനെയെങ്കിൽ ഈ ചൈനയുടെ സിൽക്ക് പാത പോകുന്നത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയാണ്. പ്രസംഗം അവസാനിപ്പിക്കാൻ പോകുന്നു. ആ നദി പറ്റുന്നൊരു കാലം വരാറായി. അതിനകത്തുകൂടെ യഹൂദനെ ആക്രമിക്കാൻ ഒരു സൈന്യം വരും. ഇന്ന് രാത്രി അവസാന ഭാഗം, ബാക്കി നാളെ വായിക്കുന്നു. വെളിപ്പാട് 16-12. എല്ലാവരും ഈ ബൈബിൾ എടുക്കണം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റും. അതിൽ കൂടെ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ, യെറുശലേമിനെ ആക്രമിക്കാൻ ഒരു കൂട്ടം വരാറായി. വായിക്കാം. വെളിപ്പാട് 16-12 വായിച്ചാട്ട് മക്കളെ. നമ്മുടെ പ്രസംഗത്തിന്റെ അവസാന ഭാഗം. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. ഈ വചനം എല്ലാവരും കേൾക്കണം മക്കളെ, നെഞ്ചുകേറി പ്രസംഗിക്കാം. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിൽ ഒഴിച്ചു. അന്തിമയുദ്ധം. അടുത്ത വാക്ക് കിഴക്കു നിന്ന് വരുന്ന ചൈനയുടെ സിൽക്ക് പാത വഴി ഇന്ത്യയിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നും, അഫ്ഗാനിൽ നിന്നും, അറബ് ലീഗ്, പാകിസ്ഥാൻ വഴി, ചൈന വഴി, ഇറാൻ വഴി, ഇറാഖ് വഴി യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിൽ വരുമ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വായിക്കാമോളെ വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. കരമുയർത്തുന്നവർക്കായി. വീട്ടിൽ ഗുഡ് ന്യൂസ് വരുന്നവർക്ക് അറിയാം. ഗുഡ് ന്യൂസിനകത്ത് കൊടുത്തിട്ടുണ്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിൽ വെള്ളം പറ്റുന്നു. നിങ്ങളെല്ലാം ഗൂഗിൾ എടുക്കുന്നവരാ. ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് ടൈപ്പ് ചെയ്യും. ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസിലെ വെള്ളം പറ്റിത്തുടങ്ങി. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. തുർക്കി ഒരു ഡാം പണിയുന്നു. മൊബൈൽ അടിച്ചാൽ കിട്ടും. അതിൻ്റെ പേര് അട്ടട്ടാർ ഡാം. തുർക്കി ഡാം പണിഞ്ഞാൽ ഇറാഖിന് വെള്ളം കിട്ടാതെ വരും. പാകിസ്ഥാനെതിരെ വെള്ളത്തിൻ്റെ ഉപരോധം പോലെ. അങ്ങനെയെങ്കിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി ഇപ്പോഴേ പറ്റിത്തുടങ്ങി. അതിൻ്റെ അർത്ഥം ഇതിൽ കൂടി ഒരു സൈന്യം മാർച്ച് ചെയ്ത് ജെറുസലേമിൽ പോയി യഹൂദനെ ആക്രമിക്കുവാൻ. അതിൻ്റെ പേരാ യെരുശലേമിന് വരുന്ന അന്തിമ യുദ്ധം. ബാക്കി നാളെ സൈന്യങ്ങൾ യെരുശലേമിന് വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തുപോയി. കരമുയർത്തുന്നവർക്കായി ഇന്നത്തെ സംഭവങ്ങൾ മുഴുവൻ റാന്നി സെന്റ് തോമസ് കോളേജിൽ ഒരു ക്ലാസ് എടുക്കുന്നത് പോലെ ചങ്ക് കീറി ഞാൻ ഇന്ന് പ്രസംഗിച്ചിട്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് വരുന്ന പറ്റിയ കാഴ്ച നിങ്ങളുടെ മൊബൈൽ കണ്ടെങ്കിൽ ഇതുവരെയും രക്ഷപ്പെടാതെ, രക്ഷയുടെ പെട്ടകത്തിൽ കടക്കാതെ അലക്ഷ്യമായി ജീവിക്കുന്ന മനുഷ്യ, ഈ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് പെട്ടുപോകും. ആത്മാവ് സഭകളോട് പറഞ്ഞ് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവസാനിക്കാൻ പോകുന്നു. ഇസ്രയേൽ ജനം മനസ്സിലാകുന്നവർക്കായി മോശയുടെ ശബ്ദം കേട്ട് പാളയത്തിനകത്തിറങ്ങി ആഴമേറിയ ചെങ്കടൽ കടന്നു. അങ്ങനെയെങ്കിൽ ഇനി ഇവിടെ യെരുശലേമിനെ ആക്രമിക്കുവാൻ ഒരു സൈന്യം യൂഫ്രട്ടീസ് ടൈഗ്രീസ് വഴി യെരുശലേമിലെത്തി ഒരാക്രമണം ആരംഭിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ ഇസ്രയേൽ പാളയത്തിനകത്ത് കാഹളം മുഴങ്ങിയതുപോലെ അന്ത്യകാഹളം മുഴങ്ങാറായി. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീര നാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. യെരുശലേമേ, യെരുശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്നെ മറച്ച് കാക്കാ എനിക്ക് മനസ്സായിരുന്നു. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി. തിരുവചനം, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവാൻ നാഥൻ വരാറായി. ബാക്കി നാളെ രാത്രിയിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാൽവറിയിലേക്കൊന്ന് മടങ്ങി വാ. രണ്ട് കാര്യം പറഞ്ഞ് ഞങ്ങൾ ആരാധിക്കും. തക്ക സമയത്ത് നിർത്താൻ പോവുക. കാൽവറിയിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. ഇതാ പ്രസംഗം. കാൽവറിയില്ലാതെ എന്ത് പ്രസംഗം? അവിടെ രണ്ട് കള്ളന്മാർ ഒരുത്ത യേശുവിനെ നോക്കി. കേട്ടോണം, നോട്ട് ചെയ്തോ. യഹൂദന്മാരുടെ രാജാവ്. ഉടനെ കള്ളൻ പറഞ്ഞു, നീ രാജാവും ചക്രവർത്തിയൊക്കെ അങ്ങോട്ട് താഴെ ഇറങ്ങി വാ, എന്നിട്ട് ഞങ്ങളെ ഇവിടെ രക്ഷിക്ക്. ഇപ്പുറത്ത് വചനം, ഒരു ദുഷ്പ്രവർത്തിക്കാരൻ
അവനോട് പറഞ്ഞു, നീ മിണ്ടരുത്. 5 കോടതി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ച് അവനിൽ യാതൊരു കുറ്റവുമില്ല. എന്നിട്ട് പറഞ്ഞ്, നമ്മൾ യെരുശലേം മൊത്തം കുത്തി തുറന്ന് ഉള്ള ബ്ലേഡ് കമ്പനി നാട്ടുകാരനെ എല്ലാം പറ്റിച്ചതാ. സ്വോത്രം. താണ്ട് ഇവനൊന്നും ചെയ്തിട്ടില്ല. അത് പറഞ്ഞപ്പം ഇവനൊരു കാഴ്ചപ്പാട് കിട്ടി. അവൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി. യേശുവിൻ്റെ മുഖത്ത് നോക്കി അവന് വെളിപ്പാടുണ്ട്. തണ്ണിത്തോട്ടുള്ള കുഞ്ഞുങ്ങളെ മുഖത്ത് നോക്കിയപ്പോൾ അവനൊരു കാര്യം പിടികിട്ടി. ഇവൻ ഇവിടെ തീർന്നാലും രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. ആ കള്ളന്റെ ഒറ്റ വാക്ക അവൻ വീട് വേണം, കാറ് വേണം, 1.5 കോടി വേണം എന്ന് പറഞ്ഞല്ല, മുഖത്ത് നോക്കിയവന് വെളിപ്പാടുണ്ട്. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, ഈ ക്രൂശിനകത്ത് എൻ്റെ പ്രാണനെ വിട്ടാലും നീ രാജാക്കന്മാരുടെ രാജാവായി രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒറ്റ വേട്, ഈ ഭാവിയായ എന്നെ ഓർക്കണമേ. ഈ പ്രസംഗമാ മാനസാന്തരം. കരമുയർത്തുന്നവർക്കായി. ബാക്കി സഭക്കാരെ വിടുക. ഓർത്തഡോക്സ് സഭക്കാരാന്നേ പറയും ദേവലോകത്ത് പാട്ട്, IPC കാരാന്ന് പറയും ട്രസ്റ്റിയോട് സെക്രട്ടറിയോട് സംസാരിക്കട്ടെന്ന്. സ്വോത്രം. ചർച്ചക്കോടുകാരാന്നേ പറയും സ്റ്റേറ്റ് ഓവർസിയറോട്, ഷാരോങ്കാരാന്നേ പറയും ഇന്റർനാഷണൽ പ്രസിഡന്റിനോട്, പുനലൂരുകാരാന്നേ പറയും സാമുൽ സാറിനോട് സംസാരിക്കട്ടെ. അതൊന്നും യേശു പറഞ്ഞില്ല. ഒറ്റ വാക്ക് പറഞ്ഞു. എന്താ? പാവി. യേശു പറഞ്ഞു, അപ്പോഴല്ല, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. കരമുയർത്തുന്നവർക്കായി. ഇതിന്റെ പേരാ സുവിശേഷ പ്രസംഗം. അവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയില്ല, കോടതിയിലെ സമൻസ് നോക്കിയില്ല, കളർ നോക്കിയില്ല, നിറം നോക്കിയില്ല, കീശയിലെ കാശ് നോക്കിയില്ല. വചനത്തിന്റെ ധ്വനി കേട്ട് മുട്ടുമടക്കി ഇന്ന് രാത്രി വീതിക്കകത്ത് ഞാനൊരു പാപിയെന്ന് ആര് കരമുയർത്തി പറയുമോ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്നത് ഈ രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. സഹോദരിമാർ, അമേരിക്കയിൽ ക്യാൻസറിന്റെ കമ്മ്യൂണിറ്റി ഓൺകോളജി റിസർച്ചിൽ ഞാൻ നിന്നപ്പോൾ നല്ലൊരു കഥ വായിച്ചു. അമേരിക്കയിലെ നല്ല ക്യാൻസർ സയൻറ്റിസ്റ്റ് ആയിരുന്നു ഡോക്ടർ മാർക്ക്. മക്കളെ പാട്ടെടുത്തോ യേശുവിൻ്റെ ദൈവത്തെ പോയി. എന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ പോകണം. എല്ലാവരും കേട്ടാട്ട് 1.5 മണിക്കൂറുള്ള ആഭ്യന്തര സർവീസ്. അദ്ദേഹം കാലിഫോർണിയയിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിൽ പോകാൻ വന്നു. എയർപോർട്ട് അടച്ചിരിക്കുന്നു. 24 hours എയർപോർട്ട് ഷട്ട് ഡൗൺ ഡ്യൂറിങ് ടു ദ വെന്റ്. എല്ലാവരും കേൾക്കണം സഹോദരിമാരെ, മക്കളെ. അദ്ദേഹം ചെന്ന് മാനേജർ അടുത്ത് പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ ഏറ്റവും വലിയ ക്യാൻസർ സർജൻ. പുള്ളി പറഞ്ഞു, സാറേ ഇത്രയും വിദ്യാഭ്യാസമില്ലേ, കാറ്റടിക്കുന്നു, പ്ലെയിൻ വെള്ളത്തിൽ വീഴും, അതുകൊണ്ടാണ് വിടാത്ത. താങ്കൾ ഒരു റെൻ്റേ കാർ എടുക്കാൻ. കാലിഫോർണിയയിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് 5 മണിക്ക് റെൻ്റേ കാർ എടുത്തു. എല്ലാവരും കേട്ടാട്ടെ. 9:30 മണിയായി. മൂഴിയിൽ നിന്ന് കരിമാൻ തോടിൽ പോകുന്നപോലെ ബൈറൂട്ടാ. രാത്രി കടകളില്ല, കമ്പോളമില്ല, ഈ മനുഷ്യൻ്റെ ഒരു കട്ടൻ കാപ്പിയില്ല. മക്കൾ കേട്ടാട്ടെ. ഒരു വീടിൻ്റെ മുൻപിൽ കാർ ചവിട്ടി നിർത്തി. 2 ചിമ്മിനി വിളക്ക് കത്തുക. കോൺ അടിച്ചു, കോളിംഗ് ബെൽ അടിച്ചു. ഒരു സഹോദരി ഇറങ്ങി വന്നു. ഡോക്ടർ എന്ന് പറഞ്ഞില്ല, ഇംഗ്ലീഷിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മൈ നെയിം ഈസ് മാർക്ക്, കോൾഡ് ഈസ് ടു മച്ച്, സിസ്റ്റർ മേക്ക് എ കോഫി ഫോർ മീ. എൻ്റെ പേര് മാർക്കെന്ന. ഒരു കാപ്പി ഇട്ട് ഒരു തണുപ്പ്. സഹോദരി സ്നേഹത്തോടെ പറഞ്ഞു, ടേക്ക് യുവർ സീറ്റ്, ഐ മേക്ക് എ കോഫി ഫോർ യു വിത്ത് 5 minutes. 5 മിനിറ്റ് കൊണ്ട് കാപ്പി തരാം. സഹോദരി കാപ്പി ഇടാൻ പോയി. അമ്മാമ്മേ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അകത്ത മുറിയിൽ വന്ന് 5 വയസ്സുള്ള കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചു, മോനെ വിഷമിക്കണ്ട, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ഡോക്ടർ മാർക്കിനെ കാണും. സഹോദരിയുടെ അകത്തൊരു ആത്മഭാരത്തിൽ പ്രാർത്ഥിച്ചു. ഇദ്ദേഹം ഞെട്ടിപ്പോയി. എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, എവിടുന്നാ ഡോക്ടർ എന്ന് പറയുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് കാപ്പി കൊണ്ടുവന്നു. സിസ്റ്ററോട് ചോദിച്ചു, കാപ്പി കുടിച്ച് നിന്റെ ഭർത്താവ് എവിടെ? അവർ പറഞ്ഞു, ഭർത്താവ് മരിച്ചുപോയി. ആരാ കുഞ്ഞ്? 5 വയസ്സുള്ള എൻ്റെ മോന. എന്താ നീ പ്രാർത്ഥിക്കുന്നത്? അവന് 2 വർഷമായി ക്യാൻസറാ, ഇവിടെ നടക്കത്തില്ല. അടുത്ത സ്റ്റേറ്റിൽ ഒരു ഡോക്ടറുണ്ട്, താങ്കളെപ്പോലെ പേരുള്ള ഡോക്ടർ മാർക്ക്. കയ്യിൽ കാശില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുക. അദ്ദേഹം ആ സഹോദരിയോട് ചോദിച്ചു, ഇതാ ജീവന്റെ വചനം, ഇവിടെ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞു. നിരീശ്വരവാദിയാ. ഇട്ടിയപ്പാറ ഗ്രൗണ്ടിലല്ല അദ്ദേഹം രക്ഷിക്കപ്പെട്ടത്. അദ്ദേഹം ബൈബിൾ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. എന്നിട്ട് ആ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞ്, നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്ക് നിന്റെ മുൻപിൽ നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കാലിഫോർണിയ എയർപോർട്ടിൽ ഞാൻ വന്നപ്പോൾ പ്ലെയിൻ ഇല്ലാതിരുന്നത്. എൻ്റെ കാറ് നിന്റെ വീട്ടിനകത്ത് മുമ്പിൽ കറക്റ്റ് നിർത്തണമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. എന്ന് രാത്രി തണ്ണിത്തോട് കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും താഴ്വരയിൽ കുഴികളെ വെട്ടിയാ നിനക്ക് വേണ്ടി നിറയ്ക്കുന്ന ദൈവത്തിന്റെ കരം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആ ഡോക്ടർ ഹിസ്റ്ററി കമ്മ്യൂണിറ്റി ഓൺകോളജി ഞാൻ വായിച്ചിട്ട് കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മതപ്രസംഗം കേട്ടിട്ടല്ല യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. ഒരു സഹോദരിയുടെ കണ്ണുനീരിന് മുൻപിൽ എൻ്റെ വണ്ടി ചവിട്ടിയപ്പോൾ എനിക്ക് പിടികിട്ടി, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. രാത്രി തണ്ണിത്തോട്ടിലും ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ, മനം തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സഹോദരി മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അമേരിക്കയുടെ സഹോദരിയുടെ മുൻപിലെ വീട്ടിലല്ല, നിന്റെ വീട്ടിനകത്ത് ആകാശത്തിൽ നിന്ന് വഴികളെ തുറന്ന് കെട്ടിയിറക്കി തരുന്നവനാ സ്വർഗത്തിലെ ദൈവം. അവൻ വാക്ക് മാറുന്നവനല്ല.
സാക്ഷ്യം കേൾക്കണം, നിർത്താൻ പോവാ. ശ്വാസം മുട്ടിഞ്ഞ് ചെന്ന ഉടനെ ഗുളി കഴിക്കാൻ രക്ഷയില്ല. ഇന്ന് രാത്രി നിങ്ങൾ കേട്ടാട്ടെ, ഞാൻ യോസഫിലാ തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ അതൊരു നിഴല. യോസഫ് ഉപപ്രധാനമന്ത്രിയായി ഫറവോന്റെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ ചേട്ടന്മാർ വന്നു. ആദ്യം അരിയും ചാക്കും കൊടുത്ത് തമ്പിച്ച. അത് കഴിഞ്ഞ് 72 പേർക്ക് വിസയും ടിക്കറ്റും കൊടുത്തു. എവിടെ ചെന്നു? മിസ്രയീമിന്റെ രഥങ്ങൾ കണ്ണു മങ്ങിയ അപ്പനെയും സഹോദരന്മാരെ സ്വീകരിക്കാൻ ഇസ്രയേലിന്റെ മണ്ണിൽ ഇറങ്ങിയതുപോലെ അതൊരു നിഴലെങ്കിൽ യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ തന്റെ മക്കളെ ചേർക്കുവാൻ മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിൽ മേൽ സഞ്ചരിക്കുന്നു. നാളെ രാത്രി 3-ാം ഭാഗം ആമോസിന്റെ പ്രവചനം. ഇസ്രായേലേ, ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 രാത്രിയും ചങ്ക് കയറിയ ജീവന്റെ വചനം പ്രസംഗിച്ചേ. ഇനി കർത്താവ് വരത്തില്ലെന്ന് ഒറ്റ പെന്തിക്കോസുകാരനും പറയരുത്, ഒരു സമുദായക്കാരനും പറയരുത്. ലോക സംഭവങ്ങളെല്ലാം കാന്തന്റെ വരവിന്റെ ധ്വനി മുടക്കുന്നു. അതിനു മുമ്പിൽ പെട്ടകത്തിനകത്ത് കയറിയവനെ ചേർക്കുവാൻ. ആ പെട്ടകത്തിൽ കയറണമെങ്കിൽ ഇത് രക്ഷിക്കപ്പെടണം. പെട്ടകത്തിൽ കയറണമെങ്കിൽ മാനസാന്തരപ്പെടണം. നീ അനുതപിക്കണം, മുങ്ങി സ്നാനം ഏൽക്കണം, പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം, തിരുമേശയിൽ പങ്കാളിയാകണം. പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. പാറയുടെ പിളർപ്പില് കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാൻ കണ്ടോട്ടെ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവശക്തി. ബാക്കി നാളെ രാത്രി ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്. അത് പറഞ്ഞപ്പോൾ സന്തോഷമില്ലല്ലോ. വചനം മാത്രം കേട്ടാ പോരാ. ഒരു ചിറകിൽ വചനം, മറുചിറകിൽ ആരാധന.